ഹൈ ഓൾ, ഒക്ടോബർ 24 നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത്യാവശ്യം ജനറൽ ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്തിരുന്നു. നമുക്കിനി അതിൻ്റെ ഒരു റിവിഷൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവസാനത്തെ ഒരു കുറച്ച് നിങ്ങളുടെ ഓപ്ഷണൽ മൊഡ്യൂൾ 1ഉം 2ഉം ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ റിവിഷനിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് ആവാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ റിവിഷനാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. എങ്ങനെയാണ് ക്ലാസ് മുന്നോട്ട് പോവേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ റിവിഷനാണ് പ്രധാനമായിട്ടും. അപ്പോൾ ആദ്യം നമുക്കൊരു 10-15 മിനിറ്റ് അവസാനത്തെ ഒരു ഓപ്ഷണൽ മൊഡ്യൂൾ നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. ഓപ്ഷണൽ മൊഡ്യൂൾ അവസാന ക്ലാസ് വന്നപ്പോൾ പറഞ്ഞിരുന്നു. ഓപ്ഷണൽ മൊഡ്യൂളിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് 4 ചാപ്റ്ററാണ് ഉള്ളത്. അതിൽ പഠിക്കേണ്ടതായിട്ടുള്ളത് നിങ്ങൾക്ക് എടുക്കാം. ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഓപ്ഷൻ 1 അല്ലെങ്കിൽ 2 എടുക്കാം. അതിൽ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടൊരു 10 മിനിറ്റ്, അതായത് യുണൈറ്റഡ് നേഷൻസ്, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻ പീസ് ആക്ടിവിറ്റീസ്, ഇത് രണ്ടുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓപ്ഷണൽ മൊഡ്യൂൾ 1 കൃത്യമായിട്ട് നോക്കുക. ഓപ്ഷണൽ മൊഡ്യൂൾ 1 യുണൈറ്റഡ് നേഷൻ പീസ് ആക്ടിവിറ്റീസ്, അപ്പോൾ അത്രയുമാണ് നമുക്ക് പ്രധാനമായിട്ടും ഓപ്ഷൻ മൊഡ്യൂൾ 1 പഠിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, നിങ്ങൾക്ക് ഏത് ഓപ്ഷനിലാണോ വേണ്ടത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനത് പറയുന്നു മാത്രം. അപ്പോൾ 30-31 യുണൈറ്റഡ് നേഷൻ പീസ് ആക്ടിവിറ്റീസ്. പഠനമൊക്കെ നന്നായിട്ട് പോകാം കേട്ടോ. കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സെപ്റ്റംബർ 1 ഏത് നിമിഷവും നിങ്ങളുടെ എക്സാമുകൾ ടൈം ടേബിളൊക്കെ കൃത്യമായിട്ട് വന്നിട്ടുണ്ടാവണം. അപ്പോൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. ഓക്കെ, നമുക്ക് ഐക്യരാഷ്ട്ര സംഘടന എന്ന് ചുരുക്കിയേ പറയുന്നുള്ളൂ. വലിയ ഇതിലേക്ക് പോകുന്നില്ല, കാരണം അത് ഓപ്ഷണൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് അത് എങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യുന്നതാണ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ UNO അല്ലെ, UNO കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. 1945 ഒക്ടോബർ 24, 1945 ഒക്ടോബർ 24 അല്ലേ. നമുക്കറിയാം, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം രൂപം കൊണ്ട ഒരു സമാധാന സംഘടന. ഇപ്പോഴും അത് മുന്നോട്ട് പോകുന്നു. വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയത്തൂടെ ഇപ്പോൾ നടന്ന് അത് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അതിൽ നിന്നും പ്രധാനമായിട്ടും എത്ര രാജ്യങ്ങൾ, ഹൗ മെനി കൺട്രീസ് ആർ മെമ്പേഴ്സ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻ, അതൊക്കെ നമുക്ക് വെറുതെ ഒരു വൺ വേഡ് ടൈപ്പിൽ വരാം എന്ന കാര്യങ്ങളുള്ളൂ. 193. നമുക്ക് വലിയ ഇതിലേക്കൊന്നും പോകേണ്ട ആവശ്യങ്ങളില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം സർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചാറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. 1945 ഒക്ടോബർ 24 കേട്ടോ. എന്നാണ് UNO എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? 1945 ഒക്ടോബർ 24. അപ്പൊ അവിടെ കുറെ അധികം വൺ വേർഡുകളൊക്കെ ഉണ്ട്. പ്രസിഡന്റ് സെക്രട്ടറി ജനറൽ ആരാണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. ആന്റോണിയോ ഗുട്ടറസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ വാട്ട് ആർ ദ ഓർഗൻസ് ഓഫ് ദ UNO, UNOയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. വളരെയധികം എന്തായാലും നിങ്ങളത് ആദ്യമായിട്ട് കേൾക്കുന്നൊന്നുമല്ല, അത് 100% ഉറപ്പുണ്ട്. ആദ്യമായിട്ട് കേൾക്കുന്നതല്ല. ചാപ്റ്റർ പേജ് നമ്പർ 206 ചാപ്റ്റർ 30 ദ യുണൈറ്റഡ് നേഷൻ, ഐക്യരാഷ്ട്ര സംഘടന. ഒന്നുകൂടെ പറയാം, നിങ്ങൾക്ക് 2 ഓപ്ഷൻ മൊഡ്യൂള് 1ഉം 2ഉം എടുക്കാം. അപ്പൊ അതിൽ ഇഷ്ടമുള്ളത് പഠിക്കാം കേട്ടല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ പറയുന്നുണ്ടെന്നേ ഉള്ളൂ. അതില് വാട്ട് ആർ ദ ഓർഗൻസ് ഓഫ് UNO, അതിന് എന്തൊക്കെയാണ്? ജനറൽ അസംബ്ലി, സെക്യൂരിറ്റി കൗൺസിൽ, ദ എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, സെക്രട്ടേറിയറ്റ്. അപ്പൊ അതിൻ്റെ ഒരു 6 ഓർഗൻസ് ഉണ്ട്. അത് ഓരോന്നും സെപ്പറേറ്റ് ചോദിക്കും. പൊതുസഭ എന്താണെന്ന് ചോദിക്കും, രക്ഷാസമിതി എന്താണെന്നൊക്കെ ചോദിക്കും, സാമൂഹിക സാമ്പത്തിക സമിതി എന്താണെന്ന് ചോദിക്കും, ട്രസ്റ്റിഷിപ്പ് എന്താണെന്ന് ചോദിക്കും, സെക്രട്ടേറിയറ്റ്. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കണം കേട്ടല്ലോ. ഞാനെടുത്ത് ഒന്നും വിശദീകരിക്കുന്നില്ല, കാരണം അത് നിങ്ങൾ വായിച്ചു നോക്കി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. അതുപോലെ തന്നെ വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് UNO കേട്ടോ. UNOയുടെ എന്താണ് ഭരണഘടന ഏത് പേരിൽ അറിയപ്പെടുന്നു? UN ചാർട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്ന് പറയുന്ന പോലെ യുണൈറ്റഡ് നേഷന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിന്റെ പേരെന്താണ്? UN ചാർട്ടർ എന്നാണ്. വൺ വേർഡ് ചോദിക്കാവുന്നതാണ് കേട്ടോ. എത്ര വകുപ്പുകൾ ഉണ്ടെന്നൊക്കെ ചോദിക്കും. ഹൗ മെനി ആർട്ടിക്കിൾസ് ആർ ദ UN ചാർട്ടർ? എത്രയാ? 111 കേട്ടോ. വൺ വേർഡുകളൊക്കെ ഉറപ്പായിട്ടുണ്ടാവും. പിന്നെ ദ UN ചാർട്ടർ എസ്റ്റാബ്ലിഷ്ഡ് എന്താണ്? വെൻ വാസ് ദ UN ചാർട്ടർ എസ്റ്റാബ്ലിഷ്ഡ്? എന്നാണ്? 1945 ഒക്ടോബർ 24. ഓക്കെ.
ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ ദ സെക്യൂരിറ്റി കൗൺസിൽ? നമുക്കറിയാം 6 ഓർഗൻസ് ഉണ്ട് UNOയ്ക്ക്. അതിൽ പെർമനന്റ് ആയിട്ടുള്ള 5 അംഗങ്ങളാണുള്ളത്, ഓർത്തിരിക്കുക. ബാക്കി 15, മൊത്തം ടോട്ടൽ 15 അതിൽ പെർമനന്റ് ആയിട്ട് വീറ്റോ പവർ ഉള്ള 5 പേരേ ഉള്ളൂ. ആ രാജ്യങ്ങളൊക്കെ ഓർത്തിരിക്കണം. നമ്മുടെ ചൈന, അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ, ഇങ്ങനെ 5 രാജ്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇന്ത്യയൊക്കെ ഭാവിയിൽ അതിലേക്ക് പെർമനന്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാണ് അത് വികസിപ്പിക്കുന്നത്, അന്ന് എന്ത് ചെയ്യുന്നു, അതിൽ UN ചാർട്ടർ ഇന്ത്യയും പെർമനന്റ് ആവും. അപ്പോൾ നിലവിലെ 10 താൽക്കാലിക സ്ഥിരാംഗങ്ങളും 5 പെർമനന്റ് വീറ്റോ അധികാരമുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. 5 താൽക്കാലിക സ്ഥിരാംഗങ്ങളും അവർ 2 വർഷത്തിന് മാത്രമേ ഉള്ളൂ. പിന്നെ 10 താൽക്കാലിക സ്ഥിരാംഗങ്ങളും 5 വീറ്റോ അധികാരമുള്ള സ്ഥിരാംഗങ്ങളും കൂടി ചേരുന്നതാണ്. അങ്ങനെ മൊത്തം 15. പക്ഷെ വീറ്റോ പവർ ഉള്ളത് 5 രാജ്യങ്ങളേ ഉള്ളൂ, ഓർത്തിരിക്കുക. ഇനി UN ചാർട്ടർ അല്ലെങ്കിൽ വേർ വാസ് ദ UN ചാർട്ടർ എവിടെയാണ് ഒപ്പുവെച്ചത്? സാൻ ഫ്രാൻസിസ്കോയിലാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ചോദ്യമുണ്ട്. വിച്ച് ഡേ എവരി ഇയർ ഈസ് സെലിബ്രേറ്റഡ് ആസ് ദ HR ഡേ, ഹ്യൂമൻ ഡേ, അതായത് മനുഷ്യാവകാശ ദിനമായിട്ട് അല്ലെ? ഡിസംബർ 10. ഓർത്തിരിക്കണം, ഡിസംബർ 10 എന്ന് മുതലാണ്. അതായത് 1948 ഡിസംബർ 10 നമ്മൾ ഔദ്യോഗികമായിട്ടൊരു മനുഷ്യാവകാശ ദിനമായിട്ടൊക്കെ അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1948 UNOയുടെ നേതൃത്വത്തിലാണ്, ഓർത്തിരിക്കുക. പിന്നെ 12ാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിലവിലുള്ള ഇതുവരെയുള്ള പ്രധാനപ്പെട്ട UNന്റെ പേജ് നമ്പർ 208, പേജ് നമ്പർ 208 കേട്ടോ. വ്യത്യാസം ഉണ്ടാവാം. ചാപ്റ്റർ 30 ഓപ്ഷണൽ മൊഡ്യൂൾ 1 30ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ദ യുണൈറ്റഡ് നേഷൻ. അപ്പൊ അതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ വിശദീകരിച്ചൊന്നും പോകുന്നില്ല. ഇത് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ജസ്റ്റ് നമ്മളൊന്ന് റിവിഷൻ പോലെ തന്നെ ഇങ്ങ് പോവാണ്. പെട്ടെന്ന് പറഞ്ഞു പോവാണ്. നമുക്ക് റിവിഷനിലേക്ക് പോകണം. ഒരു 15 മിനിറ്റ് കൊണ്ട് നമ്മളൊരു 3-4 ചാപ്റ്റർ പെട്ടെന്ന് കവർ ചെയ്യുന്നത് മാത്രം. ഓക്കെ. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മുടെ ജനറൽ അസംബ്ലിയിൽ നമ്മുടെ UNOയിൽ എത്ര അംഗങ്ങൾ അല്ലെങ്കിൽ എത്ര സെക്രട്ടറി ജനറൽമാരൊക്കെ വന്നിട്ടുണ്ട്, അവരുടെ പേരുകളുടെ അവരുടെ നേഷൻ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം, ട്രിഗേലിയാണ്, നോർവേക്കാരനാണ്. നിലവിൽ ഇപ്പോൾ അന്റോണിയോ ഗുട്ടറസ് ഉള്ള കാര്യവും ഓർത്തിരിക്കുക കേട്ടോ, ഓർത്തിരിക്കുക. അതുപോലെ ബാൻ കി മൂൺ ഒക്കെ ഓർത്തിരിക്കുക, പുസ്തകത്തിലുണ്ട്. പിന്നെ UNO എന്താണ്? യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭ എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ തന്നെ നമുക്കറിയാം ഫസ്റ്റ് വേൾഡ് വാർ ആരംഭിക്കുന്നത് 1914 മുതൽ 18 വരെയാണ്. ഇപ്പോൾ ഓർത്തിരിക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വേൾഡ് വാർ 1914 മുതൽ 18 വരെ. ഈ 1ാം ലോക മഹായുദ്ധം ആരംഭിച്ചപ്പോൾ ഇനിയൊരു 2ാം ലോക മഹായുദ്ധം ഉണ്ടാവരുതെന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി 1919 സമാധാന സന്ധിയും പിന്നീട് 1920 ഒരു ലീഗ് ഓഫ് നേഷൻസും, ഓർത്തിരിക്കണം, എന്താണ്? സാർവരാഷ്ട്ര സഖ്യം, ലീഗ് ഓഫ് നേഷൻസ് നിലയിൽ വന്നിരുന്നു. പക്ഷേ അതുകൊണ്ട് വലിയ വിജയമൊന്നും ഉണ്ടായില്ല, അവർക്ക് പരാജയമായിരുന്നു. വീണ്ടും 20 വർഷങ്ങൾക്ക് ശേഷം 1939 സെക്കൻഡ് വേൾഡ് വാർ ആരംഭിക്കുന്നു അല്ലെ? അതായത് 1939 സെപ്റ്റംബർ 1 എന്താണ്? ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടുകൂടി സെക്കൻഡ് വേൾഡ് വാർ ആരംഭിക്കുന്നു. പിന്നീട് ആ ലീഗ് ഓഫ് നേഷൻസ് വലിയൊരു പരാജയമായി. ആ സമാധാന സംഘടനയ്ക്ക് 2ാം ലോക മഹായുദ്ധത്തെ തടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ 39 2ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നു അല്ലെ? പേൾ ഹാർബർ ആക്രമിക്കുന്നു ജപ്പാൻ. അതുവരെ സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുക്കാതിരുന്ന അമേരിക്കയെ ഇതിലേക്ക് കൊണ്ടുവരുന്നതും ജപ്പാനാണ്. പിന്നീട് 1945 ഓഗസ്റ്റ് 6, 9 ഒക്കെ എന്താണ്? ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ആറ്റം ബോംബിട്ട കേസൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അങ്ങനെ അതിനുശേഷം ഇനി ഒരു 3ാം ലോക മഹായുദ്ധം ഉണ്ടാവരുന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു സമാധാന സംഘടന നിലയിൽ വന്നത്. 3ാം ലോക മഹായുദ്ധം ഉണ്ടായില്ലെങ്കിലും ഇപ്പോഴും അവിടെ ഇവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? അതിനൊന്നും തടുക്കാൻ ഈ സംഘടനയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളതൊരു ശരിയായ കാര്യമാണ്. ഓക്കെ. അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കുക. അപ്പം അതൊക്കെ ഞാൻ അവിടെ പറഞ്ഞു എന്ന് മാത്രം, ഓർത്തിരിക്കുക. ഓക്കെ. പിന്നെ UN സെക്യൂരിറ്റി കൗൺസിലിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ 15ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ നീഡ് ദ റീസ്ട്രക്ചറിംഗ് ദ യുണൈറ്റഡ് നേഷൻ. UNOയിൽ പരിഷ്കാരങ്ങളുടെ ആവശ്യകതയുണ്ടോ എന്ന്. എന്നാണോ UNO തുടങ്ങിയത് അന്നത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. 193 അംഗരാജ്യങ്ങളും 5 സ്ഥിരാംഗങ്ങളായിട്ടുള്ള വീറ്റോ അധികാരമുള്ള രാജ്യങ്ങളും ഉണ്ട്. നമ്മൾ UNOയിൽ ജനറൽ അസംബ്ലി ഉണ്ടെങ്കിൽ പോലും ഈ 5 രാജ്യങ്ങൾ, അതായത് സെക്യൂരിറ്റി കൗൺസിലുള്ള വീറ്റോ അധികാരമുള്ള 5 രാജ്യങ്ങൾ എന്ത് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ചെന്ന് കഴിഞ്ഞാലും അവർ ഒരാൾ വീറ്റോ പവർ പ്രയോഗിച്ചുകൊണ്ട് അതിനെ എതിർത്ത് കഴിഞ്ഞാൽ എന്താണ്?
ഒന്നും പാസ്സാകത്തില്ല. അതുകൊണ്ട് ഈ സെക്യൂരിറ്റി കൗൺസിൽ വിപുലീകരിക്കണം, അതിനെ വിശാലമാക്കണം എന്നുള്ളൊരു ചർച്ചകൾ കുറെ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ, അതിൽ മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യക്ക് അതിൽ 100% അംഗത്വം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും കുറേയധികം കുറെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിലും UN ചാർട്ടർ എന്ന് പറയുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കോൺസ്റ്റിറ്റ്യൂഷന് പറയുന്ന പേരാണ് കേട്ടോ. UN ചാർട്ടർ ഇപ്പോഴും ഓർത്തിരിക്കുക. 111 വകുപ്പുകൾ ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. 1 വേഡ് ടൈപ്പിലൊക്കെ വരുന്ന ചോദിക്കും കേട്ടോ. അപ്പൊ 17ാമത്തെ ചോദ്യമൊക്കെ അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നൊക്കെ വായിച്ചു നോക്കണം. അതുപോലെ 18ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ സെറ്റ് ദ പ്രിൻസിപ്പിൾസ് ആൻഡ് ദ ഇനിഷ്യേറ്റീവ്സ് ഓഫ് ദ UNO. UNO കുറിച്ചുള്ള എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യങ്ങൾ എന്താണ്? നമുക്കറിയാം, ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്ന ഒരു സമാധാന സംഘടനയാണ്. ആരോഗ്യ മേഖലയിലും സാമൂഹ്യ സാമ്പത്തിക മേഖലയിലും ലോകരാജ്യങ്ങളുടെ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ടും അങ്ങനെ മറ്റ് സാമൂഹ്യ സേവനങ്ങളിലും ആരോഗ്യപരമായ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും UNOയുടെ ഒരു കയ്യൊപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയുണ്ട്. എന്തോരം സംഘടനകളാണ് അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ അതിന് യൂണിസെഫ് അങ്ങനെയുള്ള ഒത്തിരി സംഘടനകൾ ഒത്തിരി ഉണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടി, ആരുടെ കീഴിലാണ്? UNOയുടെ കീഴിലാണെന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾ എപ്പോഴും ഇവിടുന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് 20ാമത്തെ ചോദ്യം, വിച്ച് ആർ ദ ഓർഗൻസ് ഓഫ് ദ UNO. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു പൊതുസഭയുണ്ട്. ഈ പൊതുസഭ എന്ന് പറയുന്ന എല്ലാ രാജ്യങ്ങൾക്കും അതിൽ അംഗത്വമുണ്ട് കേട്ടോ. അവിടെയാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തത്, അവർക്ക് കുറെ അധികാരങ്ങളൊക്കെ പറയുന്നുണ്ട്, അധികാരങ്ങളും ചുമതലകളും ഉണ്ട്. പിന്നെ കുറെ സാമ്പത്തിക ചുമതലകൾ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണഘടനയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്തുണ്ട്, പൊതുസഭയ്ക്ക് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത്തെ ഓർഗൻസ് എന്ന് പറയുന്നത് രക്ഷാസമിതിയാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ. ഇപ്പൊ പൊതുസഭയിൽ എന്ത് പാസ്സാക്കിയാലും രക്ഷാസമിതിയിൽ 5 സ്ഥിരാംഗത്വമുള്ള അമേരിക്ക, ബ്രിട്ടൻ, പേജ് നമ്പർ 214, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, അതുപോലെ തന്നെ ചൈന, ഇങ്ങനെയുള്ള അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളൊക്കെ എന്താണ്, ഇതിൽ വീറ്റോ പവർ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ല. എന്താണോ അവിടെ അവതരിപ്പിച്ച ആ പ്രമേയം, അതെന്ത് ചെയ്യുന്നു, അത് തള്ളിപ്പോവുള്ളൂ. ഇന്ത്യയും ഒക്കെ അതിൽ അംഗത്വത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ചൈനയൊക്കെയാണ്. ബാക്കി 4 രാജ്യങ്ങളിലും, റഷ്യയും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഇന്ത്യക്ക് അനുകൂലമാണെങ്കിലും ചൈന നമുക്കെതിരാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു പരിധിവരെ പല കാര്യങ്ങളിലും ഇന്ത്യക്ക് അതിൽ അംഗത്വം കിട്ടാതിരിക്കാനുള്ളൊരു കാര്യവും. അതൊക്കെ ഓർത്തിരിക്കുക. പിന്നെ എപ്പോഴും ഓർത്തിരിക്കുക, 15 അംഗങ്ങളാണ്. രക്ഷാസമിതിയിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ 15 അംഗങ്ങളാണ്. എപ്പോഴും ഓർത്തിരിക്കണം, 10 താൽക്കാലിക സ്ഥിരാംഗങ്ങളും. താൽക്കാലിക സ്ഥിരാംഗങ്ങളാണ്, 2 വർഷത്തിനുള്ളൂ. അത് കഴിയുമ്പോൾ പുതിയ രാജ്യങ്ങൾ വരും. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ 2 വർഷം കഴിയുമ്പോഴും. പക്ഷെ 5 വീറ്റോ അധികാരമുള്ള പെർമനന്റ് സ്ഥിരാംഗങ്ങളും ഉണ്ടെന്നുള്ള, അല്ലെങ്കിൽ പെർമനന്റ് അംഗങ്ങളും ഉണ്ടെന്നുള്ള കാര്യം ഇപ്പോഴും ഓർത്തിരിക്കുക കേട്ടോ രക്ഷാസമിതിയിൽ. പിന്നെ സെക്രട്ടേറിയറ്റ് ഉണ്ട്. സെക്രട്ടേറിയറ്റ് ആണ് അവരുടെ ഭരണകാര്യങ്ങളൊക്കെ നടത്തുന്നത്. പിന്നെ സാമൂഹിക സാമ്പത്തിക സമിതി, ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി മേഖലകളിൽ, ഒത്തിരി സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളിൽ, കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ദാരിദ്ര്യം, ലോകരാജ്യങ്ങളിലെ എല്ലാ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്തുണ്ട്, ഈ സാമൂഹിക സാമ്പത്തിക സമിതിയുടെ കീഴിൽ ധാരാളം ഉപ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നീട് ട്രസ്റ്റിഷിപ്പ്, ഇന്ന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഗാന്ധിജിയുടെ ഒരു ആശയമാണ് ട്രസ്റ്റിഷിപ്പ്. അതായത് ലോകത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ ഒരു രാജ്യത്തിന്റെ നിയന്ത്രണത്തിലും അല്ലാത്ത പ്രദേശങ്ങൾ അവിടുത്തെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് ഈ UNOയുടെ ട്രസ്റ്റിഷിപ്പാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പൊ ചില ദ്വീപുകള്, ചില പ്രദേശങ്ങള് ഒരു രാജ്യത്തിന്റെയും നിയന്ത്രണത്തിലല്ലാതെ കിടക്കുന്ന പ്രദേശങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ജനങ്ങൾ താമസിക്കുന്നുണ്ടാവും. അപ്പൊ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും അതും അവിടുത്തെ അല്ല ഭരണ സംവിധാനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകും. ഞാൻ കുറെ വ്യക്തമായിട്ടൊരു കാര്യം പറയാം. ഒരു കാലഘട്ടം വരെ ഈ ട്രസ്റ്റിഷിപ്പിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അങ്ങനെയുള്ള പ്രദേശങ്ങൾ ഇല്ല എന്നാണ് ഇപ്പൊ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടോ. ഇന്നിപ്പം ഏതാണ്ട് ഭൂമിയിലുള്ള പല പ്രദേശങ്ങളും പല രാജ്യങ്ങളുടെയും കീഴിലാണ്. അതുകൊണ്ട് ട്രസ്റ്റിഷിപ്പിന് വലിയ പ്രാധാന്യം ഇന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നീട് ഐക്യരാഷ്ട്രസഭയുടെ നേട്ടങ്ങൾ എന്നല്ല, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അടുത്ത പോയിന്റ്, അടുത്ത ഓർഗൻസ് ആണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അതിന്റെ ആസ്ഥാനം ഹേഗ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടല്ലോ. ഹേഗ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിനുള്ളൊരു കോടതിയാണെന്ത്, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്. അതിന്റെ ആസ്ഥാനം ഹേഗ് ആണെന്നുള്ള, നെതർലൻഡിലെ ഹേഗ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 9 വർഷക്കാലമാണ് അവിടുത്തെ ജഡ്ജിയുടെ കാലാവധി. 15ഓളം ജഡ്ജിമാരെങ്കിലും അതിലുണ്ടായിരിക്കും എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. പിന്നെ ഐക്യരാഷ്ട്രസഭയുടെ നേട്ടങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കും. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് അതുമായി ബന്ധപ്പെട്ട. അപ്പൊ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ ചുരുക്കി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? UNO ഓക്കെ ആണെങ്കിൽ ലെസ് എന്ന് പറയുക. ഓക്കെ.
നമുക്ക് എടുത്ത് പഠിക്കാനുള്ളത് യുണൈറ്റഡ് നേഷൻ പീസ് ആക്ടിവിറ്റീസ്. അടുത്ത ചാപ്റ്റർ. ഇതൊക്കെ എല്ലാം ഒന്നും പഠിക്കണ്ട കേട്ടോ, നിങ്ങൾ 4 ചാപ്റ്റർ ഒന്നും പഠിക്കണ്ട. ഞാൻ ഈ പറഞ്ഞ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതി. ഉള്ള ചാപ്റ്റർ എല്ലാം പഠിച്ചു വെച്ചിട്ട് പരീക്ഷയ്ക്ക് പോയേക്കരുത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് UNOയുടെ സമാധാന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അത് പഠിക്കുക. ദ യുണൈറ്റഡ് നേഷൻസ് പീസ് ആക്ടിവിറ്റീസ്, ചാപ്റ്റർ 31. നിങ്ങളുടെ പഠനകാര്യങ്ങളൊക്കെ എക്സാമിന്റെ ഒക്കെ ഡേറ്റ് ഒക്കെ ഏകദേശം ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അപ്പൊ അതൊക്കെ സാർ പറയും. നിങ്ങൾക്ക് നിങ്ങളുടെ സെന്ററുകളെ വഴി നിങ്ങൾക്ക് തരും. അപ്പൊ അതൊക്കെ നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ചാപ്റ്റർ 31, യുണൈറ്റഡ് നേഷൻ പീസ് ആക്ടിവിറ്റീസ്, യുണൈറ്റഡ് നേഷന്റെ പ്രവർത്തനങ്ങൾ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എപ്പോഴും നിങ്ങൾ പഠിക്കാൻ എടുക്കുന്ന മൊഡ്യൂൾ 1 തന്നെ ആയിരിക്കാം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കേട്ടോ. എപ്പോഴും കുറച്ചും കൂടെ ഒന്ന് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞ താഴ്ന്ന ക്ലാസ്സുകളിൽ 10ാം ക്ലാസ്സുകളിൽ ഒക്കെ നിങ്ങളത് പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു അറിവുണ്ടായിരിക്കും, ഒരു മുൻധാരണ ഉള്ളത് കൊണ്ടൊക്കെ എന്തായിരിക്കാം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഓപ്ഷൻ മൊഡ്യൂൾ 1 എടുക്കാം എന്നുള്ളതാണ്. ഇനി അത് വേണ്ട, എനിക്ക് അത് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ പഠിപ്പിക്കാൻ പോകുന്ന പോയിന്റുകൾ നിങ്ങൾക്ക് എടുക്കാം. ഇവിടെയൊക്കെ നമുക്ക് 1-2 കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക. എന്താണ് മീഡിയേഷൻ? അതായത് ഇതും UNO ആയിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കേട്ടല്ലോ. സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ഡിഫൈൻ മീഡിയേഷൻ. 2ാമത്തെ ചോദ്യം കണ്ടോ? അതായത് ഇവിടെ ഇത്രേ ഉള്ളൂ. മീഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇടനിലക്കാരനായിട്ടുള്ള ഒരു മധ്യവർത്തിയായിട്ട് അല്ലെ, 2 രാജ്യങ്ങളൊക്കെ തമ്മിലുള്ള അല്ലെങ്കിൽ 2 സംഘടനകൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാണ് ഈ UNO നിലയിൽ വന്നിരിക്കുന്നത്. അതായത് ലോകരാജ്യങ്ങളെ സമാധാനമായിട്ട്, യുദ്ധമൊന്നുമില്ലാതെ സമാധാനമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു കാഴ്ചപ്പാട് ആർക്കുണ്ടായിരിക്കണം? ഈ UNOയ്ക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. പിന്നീട് അവിടെ ഒരു വാക്കുകളുണ്ട്. വാട്ട് ഡു മീൻ ബൈ സാങ്ഷൻ? എന്താണ് ഉപരോധം? അന്തർദേശീയ നിയമങ്ങൾ ലംഘിക്കുന്ന രാഷ്ട്രങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്ര സമിതിയുടെ ആഭിമുഖ്യത്തിലും അല്ലാതെയും അന്താരാഷ്ട്ര സമൂഹം ഏർപ്പെടുത്തുന്ന നയതന്ത്രപരവും സാമ്പത്തികവും വാണിജ്യപരവുമായ ഉപരോധങ്ങൾ. അതായത് ലോകരാജ്യങ്ങൾക്കെല്ലാം ഒരു നിയമമുണ്ട്, എല്ലാവരും അംഗീകരിക്കണം. അത് UNOയുടെ ഭാഗത്തു നിന്നുള്ള ചില നിയമങ്ങളാണ്. അപ്പൊ ഈ നിയമങ്ങൾ വിട്ടുകൊണ്ട് UNOയുടെ കാര്യങ്ങൾ അംഗീകരിക്കാതെ പോകുന്ന പല രാജ്യങ്ങളും ഇന്ന് നിലവിലുണ്ട്. അവർക്കെതിരെയൊക്കെ മറ്റു ലോകരാജ്യങ്ങളും കൂടെ കൂടി UNOയുടെ കൂടി പല നിയന്ത്രണങ്ങളും ഉപരോധങ്ങളും ഏർപ്പെടുത്താറുണ്ട്. അതും ശ്രദ്ധിക്കണം കേട്ടല്ലോ. നമ്മള് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് വെറുതെ ഒരു കോടതിയല്ല, അത് ലോക കോടതി നമുക്ക് പറയാൻ പറ്റും. രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ UNOയും ചില മാനദണ്ഡങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ലംഘിക്കാൻ പാടില്ല. അങ്ങനെ ലംഘിച്ചു കഴിഞ്ഞാൽ ഏത് രാജ്യമാണ് ആ രാജ്യത്തിനെതിരെ നിയന്ത്രണങ്ങളും ഉപരോധങ്ങളും കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പൊ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഇതിനകത്ത് വായിച്ചു നോക്കണം കേട്ടല്ലോ. പിന്നെ UN-ന്റെ 6ാമത്തെ ചോദ്യം, UN-ന്റെ ലോക സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന്. അതായത് മീഡിയേഷൻ ആക്ടിവിറ്റീസ്, അതായത് ബൈൻഡിങ് തർക്കങ്ങൾക്കൊക്കെയുള്ള പരിഹാരം കാണുക. മിലിറ്ററി ആക്ഷൻ, അതായത് ലോക സമാധാനത്തിന് ഭീഷണിയായ രാജ്യങ്ങളെ മിലിറ്ററിയുടെ സൈനിക സംവിധാനങ്ങളുടെയും എന്ത് ചെയ്യാം, പരിഹാരം ഉണ്ടാക്കും. അതിനുവേണ്ടി ധാരാളം സമാധാന സംഘാംഗങ്ങൾ അവിടെ ഉണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമാധാന സേനയൊക്കെ സംഭാവന ചെയ്യുന്ന രാജ്യങ്ങൾ ഇന്ത്യ 2ാമതാണെന്ന് എനിക്ക് തോന്നുന്നു. 2-3 സ്ഥാനങ്ങളിൽ ഇന്ത്യ ഉണ്ട്. നമുക്ക് കേൾക്കാറുണ്ട് UNOയുടെ സമാധാന സംഘടന അല്ലെ, ഓരോ രാജ്യങ്ങളും അവിടെ സംഭാവന ചെയ്യുന്നു. അപ്പോൾ UNOയുടെ പ്രവർത്തനങ്ങൾക്ക് വിപരീതമായി ചില രാജ്യങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പല രാജ്യങ്ങളുടെയും സഹായത്തോടു കൂടിയുള്ള സൈനിക സംവിധാനങ്ങളുണ്ട്. അവ ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യങ്ങളെ വരുതിക്കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. പിന്നെ നിരായുധീകരണം, അതായത് ആയുധങ്ങളെ അല്ലെ, ആണവ സംവിധാനങ്ങളെ നിരായുധീകരിക്കാനും പല രാജ്യങ്ങളും ഇന്നെന്താണ് അന്താരാഷ്ട്ര സമാധാനത്തിന് വേണ്ടി എന്താണ് അവിടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതായത് ആയുധവൽക്കരിക്കുകയല്ല, പകരം നിരായുധീകരണം അവിടെ നടത്തുകയാണ്. ഇത് ആയുധങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതിനുള്ള സമാധാന പ്രവർത്തനങ്ങളും ഒക്കെ അവിടെ നടത്തുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കുക കേട്ടല്ലോ. ഞാനത് വിശദീകരിച്ചൊന്നും പറഞ്ഞിട്ടില്ല, വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത് പഠിക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഓപ്ഷൻ മൊഡ്യൂൾ 2ലേക്ക് പോകുമ്പോൾ 33ാമത്തെയും 34ാമത്തെയും ചാപ്റ്ററിൽ പഠിക്കേണ്ടതാണ്. സോറി, 33ഉം 35ഉം ഞാൻ പറയുന്നത് മാറി പോകുന്നുണ്ട്. 33 അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻ ഇന്ത്യ, അതിനകത്ത് പബ്ലിക് സർവീസ് കമ്മീഷൻ, അത് പഠിക്കണം. അത് പഠിക്കാൻ താല്പര്യമുള്ളവർ അത് പഠിക്കുക. അല്ലെങ്കിൽ 35ാമത്തെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് ബ്യൂറോക്രസി, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് ബ്യൂറോക്രസി. അപ്പൊ നമുക്ക് 33 നോക്കാം. പബ്ലിക് സർവീസ് കമ്മീഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. UPSC എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അതിന്റെ തന്നെ സംസ്ഥാനങ്ങളിൽ വരുന്നതാണ് എന്ത് PSC അല്ലെ. ഇപ്പൊ നമ്മുടെ കേരളത്തിലാണെങ്കിൽ KPSC എന്നൊക്കെ പറയും, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഒത്തിരി ആളുകൾ ജോലിയൊക്കെ വാങ്ങിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങളും +2 ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതില്
നിങ്ങളുടെ ഏജിനനുസരിച്ചിട്ട് അവിടെ രജിസ്റ്റർ ചെയ്യാം. അതിനൊരു ഏജ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊരു പ്രായപരിധിയൊക്കെ പറയുന്നുണ്ട്. നോർമലി 36 ജനറൽ ആണെങ്കിൽ, അല്ലെങ്കിൽ 39, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു ഏജ് പറയുന്നുണ്ട്. അപ്പൊ ആ ഏജ് ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, പൂർത്തിയാക്കിയവർക്കും അതില് നമ്മൾ രജിസ്റ്റർ ചെയ്യാം. അവർ നടത്തുന്ന പൊതു പരീക്ഷകളുണ്ട്, അതിൽ നമ്മൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പൊ എന്താണ്, അത് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ജോലിയിലേക്കൊക്കെ പോകാം. ഓക്കെ, എന്താണ് റഹ്മത്ത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മൊഡ്യൂൾ 2 ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് മൊഡ്യൂൾ 1 ആണ് പഠിക്കുന്നതെങ്കിൽ അതിൽ 2 ചാപ്റ്ററുകൾ പഠിക്കുക. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ മൊഡ്യൂൾ 1 2 ചാപ്റ്റർ പഠിക്കുക. ഇനി അല്ല, മൊഡ്യൂൾ 2 ആണ് പഠിക്കേണ്ടതെങ്കിൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പബ്ലിക് സർവീസ് കമ്മീഷനും, അതുപോലെ തന്നെ പിന്നെ ഏതായിരുന്നു 35ാമത്തെ ചാപ്റ്റർ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് ബ്യൂറോക്രസി, ഉദ്യോഗസ്ഥ വൃന്ദം, അത് പഠിക്കാം. പക്ഷെ രണ്ടും കൂടെ പഠിച്ചു വെക്കരുത്. അതായത് ഓപ്ഷണൽ മൊഡ്യൂൾ 1ഉം ഓപ്ഷണൽ മൊഡ്യൂൾ 2ഉം കൂടെ പഠിച്ചു വെക്കരുത്. രണ്ടിലും ചോദ്യമുണ്ട്. ഇപ്പം പരീക്ഷയ്ക്ക് ഓപ്ഷണൽ മൊഡ്യൂൾ 1ൽ നിന്നുള്ള ഓപ്ഷൻ ചോദിക്കും, അതിൻ്റെ നിന്നുള്ള വൺ വേർഡ് ഒക്കെ വരും, ഇതിൽ നിന്നുള്ള വൺ വേർഡ് എല്ലാം വരും. വൺ വേർഡ് ഉണ്ടാവും, ഷോർട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാവും, എസ് ഐ ഉണ്ടാവും. അതുകൊണ്ട് അത് ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാണ് കേട്ടോ. ഓപ്ഷൻ മൊഡ്യൂൾ 1ൽ വൺ വേർഡ് ചോദിക്കും, ആദ്യത്തെ പാർട്ടിൽ നിന്നൊക്കെ വൺ വേർഡ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓപ്ഷൻ മൊഡ്യൂൾ 2ൽ നിന്നും വൺ വേർഡുകളും ഷോർട്ട് ആൻസർ എല്ലാത്തിനും ചോദിക്കും കേട്ടോ. അതിൽ മാറ്റമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പഠിക്കാന്നുള്ളൂ. പിന്നെ പബ്ലിക് സർവീസ് കമ്മീഷൻ കേട്ടോ, അതൊക്കെ പഠിച്ചു വെക്കുക. ഈ നമ്മുടെ ഈ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഇന്ത്യൻ സിവിൽ സർവീസിനെ കുറിച്ചൊക്കെയാണ് പഠിക്കേണ്ടതായിട്ടുള്ളത്. പ്രധാനമായിട്ടും ഏതൊക്കെയാണ്? അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്, ഇതെല്ലാം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഭാഗമാണ്. നമ്മുടെ സംസ്ഥാനങ്ങളിലേക്കൊക്കെ വരുമ്പോഴാണ് സംസ്ഥാന സർവീസിന് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അത് പ്രധാനമായിട്ടും കേന്ദ്രത്തിനും. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, ഡിസ്ക്രൈബ് ഓൾ ഇന്ത്യൻ സർവീസ്, അതായത് അഖിലേന്ത്യാ സർവീസിനെ വിശദീകരിക്കുക. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ ബാധകമായ പാർലമെന്റിനാൽ ക്രമീകരിക്കപ്പെടുന്നതുമായ 2 അഖിലേന്ത്യാ സർവീസുകളാണ് IAS-ഉം IPS. ഇപ്പൊ നിങ്ങൾക്ക് ഐഡിയ ഇല്ലേ, IAS IPS അതൊക്കെ കേന്ദ്ര സർവീസിന്റെ ഭാഗമാണ് കേട്ടോ. അതൊക്കെ പഠിച്ചു വെക്കുക. 1963 അഖിലേന്ത്യാ സർവീസ് ഭേദഗതി നിയമം, ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ്, ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്, ഇതെല്ലാം എന്താണ്, സർവീസുകൾ ആരംഭിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. 42ാം ഭരണഘടനാ ഭേദഗതിയായ ഓൾ ഇന്ത്യ ജുഡീഷ്യൽ സർവീസിന് രൂപം നൽകി. അതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അതൊക്കെ ഓൾ ഇന്ത്യൻ സർവീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഏത്? ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ്, ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും ഓൾ ഇന്ത്യൻ സർവീസിൽ, അതിൽ അഖിലേന്ത്യാ സർവീസിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. താഴെ പറഞ്ഞതിൽ ഏതാണ്? അപ്പൊ അത് പഠിച്ചു വെക്കണം. ഇനി സെൻട്രൽ സർവീസിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കി വെച്ചേ. ഏതൊക്കെയാണ്? ഇന്ത്യൻ വിദേശ സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്, IFS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, റെയിൽവേ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് അക്കൗണ്ട് സർവീസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്. അതൊക്കെ വരച്ചിടണേ. അപ്പൊ നിങ്ങളോട് ചോദിക്കും സെൻട്രൽ സർവീസിൽ വരുന്നത് ഏതൊക്കെയാണ്. ചുരുക്കി പറഞ്ഞോളൂ കേട്ടോ, ഒത്തിരി വിശദീകരിച്ചിട്ട് പോകുന്നില്ല, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇനി സംസ്ഥാന സർവീസിൽ വരുന്നതാണെങ്കിലോ, നമ്മുടെ സംസ്ഥാന ഏതാ സാർന്നോ, അതായത് ഇവിടെ പറഞ്ഞിട്ടില്ലേ ക്വസ്റ്റ്യൻ നമ്പർ 2ഉം, ക്വസ്റ്റ്യൻ നമ്പർ 2വിൽ പറഞ്ഞിട്ടുണ്ട് ഏതാണ് അഖിലേന്ത്യാ സർവീസിൽ വരുന്നത്. ഓൾ ഇന്ത്യ സർവീസിൽ ഏതൊക്കെയാ? ഇന്ത്യൻ സർവീസ് ഓഫ് എഞ്ചിനീയേഴ്സ്, പേജ് നമ്പർ 228 രണ്ടാമത്തെ ചോദ്യം. ഇന്ത്യൻ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ്, ഇന്ത്യൻ എക്കണോമിക് സർവീസ്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ്. അത് ഓൾ ഇന്ത്യൻ സർവീസിൽ അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കും ഓൾ ഇന്ത്യ സർവീസിൽ വരുന്നത് ഏതൊക്കെയാണെന്ന്. ഈ പറയുന്നതെല്ലാം ഓൾ ഇന്ത്യ സർവീസിൽ വരുന്നതാണ്. അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ ചോദ്യം, സെൻട്രൽ സർവീസിൽ വരുന്നത് ഏതൊക്കെയാണ്, കേന്ദ്ര സർവീസിൽ വരുന്നത് ഏതൊക്കെയാണ്. അപ്പൊ ഏതൊക്കെയാണ്? ഇന്ത്യൻ വിദേശ സർവീസ് അല്ലെങ്കിൽ IFS, ഇന്ത്യൻ പോസ്റ്റൽ സർവീസ്, ഇന്ത്യൻ റവന്യൂ സർവീസ്, റെയിൽവേ സർവീസ്, ഇന്ത്യൻ ഓഡിറ്റ് അക്കൗണ്ട് സർവീസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്. ക്ലിയർ ആയോ? അത് പഠിച്ചു നോക്കണം. അപ്പൊ 3ആയിട്ട് തിരിക്കാം, ഇന്ത്യൻ സർവീസിന് 3ആയിട്ട് തിരിക്കാം. അപ്പൊ അതിൽ മൂന്നാമത്തെ വരുന്നതാണ് സ്റ്റേറ്റ് സർവീസ്. നമ്മുടെ കേരളം അടക്കമുള്ള ഓരോ സംസ്ഥാനങ്ങളിൽ വരുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ചീഫ് സെക്രട്ടറി ഉണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ കൂടെ എപ്പോഴും നടക്കുന്ന ഒരു വ്യക്തിയില്ലേ, അതൊക്കെ സംസ്ഥാന സർവീസിന്റെ ഭാഗമാണ് കേട്ടോ, ഓർത്തിരിക്കുക. അതുപോലെ തന്നെ സംസ്ഥാന സർവീസിന്റെ നേതാവും അദ്ദേഹം തന്നെയാണ്. സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരിക്കും കേട്ടോ. ആ സംസ്ഥാനത്തിന്റെ ഉദ്യോഗസ്ഥ സംവിധാനത്തിലായിരിക്കും ഉൾപ്പെടുന്നത്. ഇവരുടെ ശമ്പളവും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് സംസ്ഥാന സർവീസിലുള്ളവർ തന്നെയായിരിക്കും. അപ്പം നമുക്കറിയാം ഇന്ത്യൻ സിവിൽ സർവീസിന് അല്ലെങ്കിൽ ഇന്ത്യൻ സർവീസിനെ 3ആയിട്ട് തിരിക്കാം. ഓൾ ഇന്ത്യ സർവീസ്,
സെൻട്രൽ സർവീസ്, സ്റ്റേറ്റ് സർവീസ്, അതിൽ ഏതൊക്കെ വരുന്നു എന്ന് കൃത്യമായിട്ട് പഠിക്കണം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇതൊന്നും പറയാത്തേ, ആരും ഒന്നും പറയുന്നില്ല, പെട്ടെന്ന് വേഗം ഒന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? ഓക്കെ, ഞാനങ്ങ് ചുരുക്കി പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾക്ക് അതൊരു ഞാൻ എല്ലാവരും വാരി വിളിച്ചിട്ട് കുഴച്ച് മറിച്ചൊരു അവിയൽ പരുവത്തിലേക്ക് തന്നു കഴിയുമ്പം പിന്നെ അത് ഏതാ എടുക്കേണ്ടത് ഏതാ കഴിക്കേണ്ടതെന്നൊക്കെ ഒരു തോന്നൽ തോന്നും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചുരുക്കി അങ്ങ് പറഞ്ഞത്. പിന്നെ നിങ്ങളോട് ചോദിക്കാവുന്നത് UPSC എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. UPSC അല്ലേ? എന്താണ് UPSC? UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. എന്റെ ഫുൾ ഫോം ഒക്കെ പഠിച്ചു നോക്കണം കേട്ടോ. UPSCയുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അത് കേന്ദ്ര സർവീസിലൊക്കെ ജോലിക്ക് വേണ്ടി നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ UPSCയുടെ എക്സാം എഴുതുന്നത് ഓർത്തിരിക്കുക കേട്ടോ. UPSC ചെയർമാനെ നിയമിക്കുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ്. ഇത് കേന്ദ്രത്തിന്റെ കീഴിൽ. അപ്പൊ നമ്മൾ മറ്റു പല സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള, അപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാം, നമ്മുടെ കേന്ദ്ര സർവീസിന് കീഴിലുള്ള ജോലികളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താണ് UPSC വഴി നമ്മൾ നിയമനം നടത്തുന്നത് കേട്ടോ. ഓർത്തിരിക്കുക. അല്ലാതെ നമ്മൾ കേരള സംസ്ഥാനത്ത് മാത്രമാണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കീഴിലായിരിക്കും നമ്മൾ പഠിച്ച് പാസ്സായി ജോലിക്ക് കയറുന്നത്. അങ്ങനെ രണ്ട് തരത്തിലുണ്ട്. അപ്പൊ കേന്ദ്രത്തിൽ എങ്ങനെയാണ് UPSC, അതുപോലെ തന്നെയായിരിക്കും സംസ്ഥാനങ്ങളിൽ. അതിന്റെ സംസ്ഥാനത്ത് പതിപ്പാണ് സ്റ്റേറ്റ് PSC. ഓർത്തിരിക്കുക, രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ PSC രണ്ടെണ്ണം ഉണ്ട്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ, മറ്റേതാണെങ്കിൽ സ്റ്റേറ്റ് PSC. അപ്പൊ നമ്മളൊക്കെ കൂടുതലും ശ്രമിക്കുന്നത് സ്റ്റേറ്റ് PSCക്ക് വേണ്ടിയാണ്. കാരണം കേരള സംസ്ഥാനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും എന്ത് ചെയ്യുന്നത്, എപ്പോഴും ശ്രമിക്കുന്നത്. ഓർത്തിരിക്കുക. അപ്പൊ UPSCയുടെ ചെയർമാനെയൊക്കെ നിയമിക്കുന്ന ആരായിരിക്കും? ഇന്ത്യയുടെ പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. ചെയർമാൻ ഉണ്ടാവും, കൂടാതെ മറ്റ് 8 അംഗങ്ങൾ കൂടി ഉണ്ടാവും. അണ്ടർലൈൻ ചെയ്തിരണേ. 10 വർഷമെങ്കിലും പരിചയമുള്ള ഉദ്യോഗസ്ഥരായിരിക്കും കേട്ടല്ലോ. ഒന്നുകിൽ അവരുടെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് വൺവേഡുകളൊക്കെ ചോദിക്കുന്ന മേഖല 6 വർഷം അല്ലെങ്കിൽ 65. ഒന്നിൽ 65 വയസ്സ് പൂർത്തിയാവും, അല്ലെങ്കിൽ 6 വർഷം കാലാവധിയിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, UPSCയുടെ ഒക്കെ ചെയർമാൻ ആയിട്ടോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ പദവിയിലൊക്കെ നമ്മൾ റിട്ടയർമെന്റ് ചെയ്ത് കഴിയുമ്പോഴേ മറ്റ് സർക്കാർ പദവികളിലൊന്നും പിന്നെ പോകാൻ പറ്റത്തില്ല കേട്ടോ. വേറെ ഒരു പദവിയിലും ഇരിക്കാൻ പറ്റില്ല. കാരണം അതുപോലെ ശമ്പളമൊക്കെ ഉണ്ട് അവർക്ക്. നല്ല പ്രസിഡന്റ് നിയമിക്കുന്ന വ്യക്തിയാണ്, നല്ല സാലറി ഉണ്ട്. പിന്നെ അദ്ദേഹത്തെ നീക്കം ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പ്രസിഡന്റിനാണ് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ജോലിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എല്ലാവരുടെ. കേന്ദ്ര സർവീസിന്റെ ഇപ്പം IAS IPS അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇതിന്റെ തീരുമാനങ്ങളെല്ലാം നടക്കുന്നത് UPSC തന്നെയാണ്. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ പഠിക്കണം നമ്മൾ സംസ്ഥാന PSC. ഇതുപോലെ തന്നെയാണ് കേട്ടോ. സംസ്ഥാന പബ്ലിക് സർവീസ്, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഒരു PSC ഉണ്ട്, കേരള PSC. നിങ്ങൾ ഇപ്പോൾ വാർത്തകളിൽ കേൾക്കുന്നുണ്ടാവും അല്ലെ? അവിടെ ഒരു ചെയർമാൻ ഉണ്ട്, അംഗങ്ങളുണ്ട്. അപ്പം കേന്ദ്രത്തിൽ പ്രസിഡന്റ് ആണ്. ഇപ്പം നമ്മുടെ UPSCയുടെ ചെയർമാനെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിൽ സംസ്ഥാനങ്ങളിൽ ആരായിരിക്കും? ഗവർണർ ആയിരിക്കും. കേന്ദ്രത്തിൽ പ്രസിഡന്റ് എങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് സംസ്ഥാനങ്ങളിൽ ഗവർണർ. ഓർത്തിരിക്കുക. അതുപോലെ തന്നെ 10 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം കേട്ടോ. അതൊക്കെ ഓർത്തിരിക്കുക. ഇതിൽ സംശയങ്ങളൊക്കെ ഉണ്ടോ? ഇതുപോലെ തന്നെയാണ് ഇവർക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഇത് റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, മറ്റ് ഗവൺമെന്റ് തസ്തികകളിലൊന്നും പോയി ജോലി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പൊ കേരളത്തിലെ ചെയർമാനായ ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ പോയിട്ട് അവിടുത്തെ അംഗമാവാം, അവിടുത്തെ PSCയുടെ അംഗമാവും കേട്ടോ. അതിൽ കുഴപ്പമില്ല, അതിവിടെ പറയുന്നുണ്ട്. പിന്നെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചുമതലകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് കൃത്യമായിട്ടുള്ള എന്താണ്, പിന്നെ പലതരത്തിലുള്ള നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷകളൊക്കെ നടത്തുക, അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കുക, സ്ഥാനക്കയറ്റം, ഇതെല്ലാം PSC ചെയർമാനുമായി ബന്ധപ്പെട്ടതാണ്. നമുക്ക് അതിനെ കുറിച്ച് അറിയാം. നിങ്ങൾക്ക് ഒരു പരിധിയിലൊക്കെ ഇട്ടുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ചു നോക്കുമ്പോൾ കിട്ടും. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ? ഓക്കെ, നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ 35 പോവാം. 35 എന്താ പറഞ്ഞിരിക്കുന്നത്? ഉദ്യോഗസ്ഥരെ കുറിച്ചാണ്. അപ്പൊ അവിടെ നിന്നൊക്കെ സാറിന് ചോദ്യങ്ങൾ വരാറുണ്ട്. എന്താണ് ബ്യൂറോക്രസി? ബ്യൂറോക്രസി എന്ന് പറഞ്ഞാൽ ആരാ? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആൻഡ് ബ്യൂറോക്രസി. ആരാണ് ബ്യൂറോക്രസി? ബ്യൂറോക്രാറ്റുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഉദ്യോഗസ്ഥ ബന്ധം അല്ലേ? നമുക്കറിയാം നമുക്കറിയാം ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഓർഗൻസ് എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് പിന്നെ ജുഡീഷ്യറിയാണ്. ഇപ്പൊ ജുഡീഷ്യറി അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ കാര്യങ്ങളെല്ലാം നയിക്കുന്നത് അല്ലെങ്കിൽ നടപ്പിലാക്കുന്നത്, ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ബ്യൂറോക്രാറ്റുകളാണ്. ബ്യൂറോക്രസി അതുമായി ഉദ്യോഗസ്ഥ വൃന്ദങ്ങളാണ് അല്ലെ? അതായത് മന്ത്രിമാർ പറയുന്ന കാര്യങ്ങള് മന്ത്രിമാരാണ് നമുക്ക് ചെയ്തു തരുന്നത്. അവർ ചില കാര്യങ്ങൾ തീരുമാനിക്കും. ക്യാബിനറ്റ് തീരുമാനിച്ചാൽ അത് നടപ്പിലാവുന്നത്
ക്യാബിനറ്റ് പറയുന്ന കാര്യങ്ങൾ അതേപടി ജനങ്ങളിലേക്ക് ചെയ്തു കൊടുക്കുന്നത് ഘട്ടം ഘട്ടമായിട്ട് താഴെ തട്ട് വരെ എത്തുന്നത് ആര് വഴിയാണ്? ഈ പറയുന്ന ബ്യൂറോക്രസി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം എന്നറിയപ്പെടുന്ന ആ സിസ്റ്റം അനുസരിച്ചിട്ടാണ്, അല്ലേ? ഇപ്പോ നമുക്കറിയാം, ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു, അത് മന്ത്രിസഭ തീരുമാനിക്കുന്നു. മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരാണ് നമുക്ക് കൊണ്ടുതരുന്നത്? അല്ല. അതുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്, അവരാണ് താഴെ തട്ടിലേക്ക് സാധാരണ ജനങ്ങൾക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കുന്നത്, അല്ലെ? അപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്, ഓർത്തിരിക്കുക. ഈ ക്യാബിനറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാബിനറ്റ് അല്ലെങ്കിൽ കാര്യനിർവഹണ സംവിധാനം എന്ന് പറയുന്നത് എന്താണ്? താൽക്കാലികമാണ്. 5 വർഷം കഴിയുമ്പോൾ അവർ പോകും. പക്ഷെ നമ്മുടെ ബ്യൂറോക്രാറ്റുകൾ അങ്ങനെയാണോ? അല്ല. അവരെ ഒരു പ്രായപരിധി ഉണ്ട്, ആ പ്രായപരിധി വരെ അവർ ജോലി ചെയ്യേണ്ടതായിട്ട് വരും, ഓർത്തിരിക്കുക. അവിടെ നിന്നൊക്കെ അങ്ങനെ ചില ചോദ്യങ്ങളൊക്കെ വരാം. ഇമ്പോർട്ടൻസ് ഓഫ് ദ റോൾ ഓഫ് ബ്യൂറോക്രസി. കേട്ടോ, എല്ലാ കാര്യത്തിലും ജനാധിപത്യപരമായിട്ട് പ്രവർത്തിക്കണം. ഒരു പാർട്ടിക്കും വിധേയരായിട്ട് അവർ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അവർ അവരുടേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. ആ രീതിയിലൊക്കെ ആയിരിക്കണം, കേട്ടോ. അതൊക്കെ വായിച്ചു നോക്കണം. ഞാനത് വിശദീകരിച്ചൊന്നും പറയുന്നില്ല, ചുരുക്കി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ രണ്ടാമത്തെ ചോദ്യം കണ്ടോ, എക്സ്പ്ലെയിൻ ദ റിലേഷൻ ബിറ്റ്വീൻ പൊളിറ്റിക്കൽ ആൻഡ് പെർമനന്റ് എക്സിക്യൂട്ടീവ്. ഈ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഈ രാഷ്ട്രീയ പാർട്ടികളാണ് ഗവൺമെന്റ് ആയിട്ട് മാറുന്നത്. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ്? ഒരു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആണ്. അവർ കുറച്ചാൾ കഴിയുമ്പോൾ പോകും, 5 വർഷം കഴിയുമ്പോൾ അവർ മാറിപ്പോകും, പുതിയ ആളുകൾ വരും. പക്ഷേ ഈ നമ്മുടെ പെർമനന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഈ ബ്യൂറോക്രസിയാണ്. അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവർക്കൊരിക്കലും മാറുവാനായിട്ട് സാധിക്കില്ല. അവരിങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കും. അവരുടെ ഒന്നുകിൽ 56 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് ഇത് കഴിയുമ്പോൾ അവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. ഐഡിയ മാത്രം ഞാൻ ഇട്ട് തരുന്നുള്ളത്, ഞാൻ വിശദീകരിക്കുന്നില്ല, കേട്ടോ. നമുക്ക് അതിനെ വിശദീകരിച്ച് പറയാൻ സമയമില്ല. ഇനി എന്താണ് ബ്യൂറോക്രസി? ഇവിടെ പറയുന്നുണ്ട്, പേജ് നമ്പർ 253 മൂന്നാമത്തെ ചോദ്യം. വാട്ട് ഈസ് മീൻ ബൈ ബ്യൂറോക്രസി? രാഷ്ട്രീയത്തിന് അതീതമായി രാഷ്ട്രത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി നിയമിക്കപ്പെട്ട ഒരു കൂട്ടം ഉദ്യോഗസ്ഥരെയാണ് ബ്യൂറോക്രസി എന്ന് പറയുന്നത്, അല്ലേ? ശരിയല്ലേ? അവിടെ ഇപ്പം ഭരിക്കുന്ന ഗവൺമെന്റ് ആണോ ബ്യൂറോക്രാറ്റുകളെല്ലാം നിയമിക്കുന്നത്, അല്ലെങ്കിൽ ബ്യൂറോക്രസികൾ നിയമിക്കുന്നത്, ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതാണെങ്കിലും അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക. അടുത്ത ഗവൺമെന്റ് പറയുമ്പോൾ അത് ചെയ്യുക. അപ്പൊ അവിടെ നിഷ്പക്ഷമായിരിക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക. അടുത്ത ഗവൺമെന്റ് വരുമ്പോഴും അവരെന്താണോ ആ ഗവൺമെന്റ് പറയുന്നതാണോ അത് അതുപോലെ ചെയ്തു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അവർ എതിർക്കാനോ അല്ലെങ്കിൽ അതിനെതിരായിട്ട് നീങ്ങാനൊന്നും പറ്റില്ല. അവർക്ക് കൃത്യമായ ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അനുസരിച്ച് മുന്നോട്ട് പോകുന്നു. ഇനി എന്തൊക്കെയാ ഈ ബ്യൂറോക്രസിയുടെ ഫീച്ചേഴ്സ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബ്യൂറോക്രസി? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, പ്രത്യേക വൈദഗ്ധ്യമുള്ളവരാണ്, അല്ലെ? മത്സര പരീക്ഷകളൊക്കെ എഴുതി പ്രത്യേക മേഖലകളിൽ അവർ നിയമിക്കുന്നു. ഇപ്പൊ LD ആണെങ്കിൽ LDക്ക് വേണ്ടി പഠിച്ച് അവർ അദ്ദേഹം പ്രത്യേകം ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടാണ് അവർ ആ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെയോ ഡിവിഷൻ ഓഫ് ഫംഗ്ഷൻസ്, ചുമതല വിഭജനം ഉണ്ടാവും, ശ്രേണിക്രമം, ഒരു ഹീറാർക്കി ഉണ്ട്. ഇന്ത്യൻ പോലീസ് ആണെങ്കിൽ ഒരു DGP ഉണ്ടായിരിക്കും, അതിന്റെ അല്ലെ? കേരളത്തിലാണെങ്കിൽ ഒരു പോലീസ് തന്റെ തലവനുണ്ടാവും, അതിന്റെ തൊട്ട് താഴെ മറ്റു വ്യക്തികളുണ്ടാവും. അങ്ങനെ വന്ന് സാധാരണ ഒരു PC വരെ വരുന്നുണ്ട്, ആണോ? ഇപ്പൊ വിദ്യാഭ്യാസ വകുപ്പിലാണെങ്കിലോ DG ഉണ്ട്, ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷന്റെ ഒരു വ്യക്തി ഉണ്ടാവും. അവിടെ നിന്ന് ഇങ്ങനെ ജില്ലകളിലേക്ക് തിരിച്ച് ഓരോ ജില്ലകളിലും തിരിച്ച് താഴെ അധ്യാപകർ അടങ്ങുന്ന, അതിന് താഴെ LD അടങ്ങുന്ന, പ്യൂൺ അടങ്ങുന്ന ഏറ്റവും താഴെ വരെയുള്ള ഒരു സിസ്റ്റം ഉണ്ട്, ഇല്ലേ? അങ്ങനെ ഓരോ സിസ്റ്റവും, അതാണ് ഹീറാർക്കി എന്ന് പറയുന്നത്. ശ്രേണി, അങ്ങനെ ഒരു ശ്രേണി പോയിരിക്കുകയാണ്. ഇപ്പൊ ഡോക്ടേഴ്സ് ആണെങ്കിലോ മന്ത്രിയുണ്ട്, അതിന് തൊട്ട് താഴെ ഇങ്ങനെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം, പ്രാഥമിക സംവിധാനം വരെ, പ്രാഥമിക ഹോസ്പിറ്റലിലെ ആ ഒരു സംവിധാനം വരെ നമുക്ക് വരുന്നില്ലേ? പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ വരെയുള്ള സിസ്റ്റത്തിലേക്ക് വരുന്നില്ലേ? അതിങ്ങനെ അതിന് മുകളിലേക്ക് പോകുമ്പോൾ താലൂക്ക് ഹോസ്പിറ്റലുകളിൽ, പിന്നെ ജില്ലാ ആശുപത്രികള്, മെഡിക്കൽ കോളേജുകൾ, അതിന് പോകുന്നു. ഓക്കെ. പിന്നെ യോഗ്യത അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. വെറുതെ ഒന്നുമല്ല നമുക്ക് അവർക്ക് ജോലി കൊടുക്കുന്നത്. ശമ്പളത്തിന് വേണ്ടി ഇന്ന പോസ്റ്റിലേക്ക് ഇന്ന പരീക്ഷ നടത്തിയാണ് നിയമിക്കുന്നത്. അത് ബ്യൂറോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? പിന്നെയോ ചട്ടങ്ങൾക്കനുസരിച്ച് റൂളൊക്കെ ഉണ്ട്, റൂളൊക്കെ അനുസരിച്ച് അവർക്ക് ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? പിന്നെ ബ്യൂറോക്രസിയുടെ സവിശേഷതകൾ, യുക്തിക്ക് നിരക്കുന്നതായിരിക്കണം, വ്യക്തിബന്ധങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല. ഇപ്പൊ വ്യക്തികൾക്കൊന്നും അവിടെ സ്ഥാനമില്ല, ഉണ്ടോ? നിയമങ്ങൾക്ക് വിധേയം, നിഷ്പക്ഷത ഉണ്ടായിരിക്കണം, ഉണ്ടാവണ്ടേ? ഇപ്പൊ ഞാൻ അറിയുന്ന വ്യക്തിയാന്ന് പറഞ്ഞ് അവന് പ്രത്യേക പരിഗണന ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. എന്റെ ജോലി എന്താണോ ആ ജോലി കൃത്യമായിട്ട് ഞാൻ ചെയ്യുന്നു, എനിക്ക് ശമ്പളം കിട്ടുന്നു, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് അത്രയൊക്കെ ഉള്ളു പ്രധാനമായിട്ടും. പിന്നെ ബ്യൂറോക്രസിയുടെ ആറാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ബ്യൂറോക്രസി ഇൻ ഡെവലപ്മെന്റ്, ഒക്കെ വായിച്ചു നോക്കുക. പിന്നെ വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ബ്യൂറോക്രസി? ബ്യൂറോക്രസിയുടെ ഗുണങ്ങൾ എന്തെല്ലാം, അല്ലെ? അവർക്ക് പ്രതിഫലമുണ്ട്, അവരാണ് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്, അവർ പെർമനന്റ് ആണ്, സ്ഥിരമാണ് എപ്പോഴും, അവരെങ്ങനെ മാറ്റാൻ പറ്റില്ല. അവർ എന്താണ് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ വന്നവരാണ്, അവർക്ക് എന്താണ് പറയുന്ന പല കാര്യങ്ങളും കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നു. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പോരായ്മകളുണ്ട്, അല്ലെ? അവരൊന്ന് ഉഴപ്പിക്കഴിഞ്ഞാൽ, ഈ പറയുന്ന ബ്യൂറോക്രാറ്റുകൾ ഉഴപ്പിക്കഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് വികസനം തടസ്സപ്പെടുത്തില്ലേ, അല്ലെ? ചില ഫയലുകളൊക്കെ എന്ത് ചെയ്യുന്നു, അവര് തുറക്കാതെ അവിടെ വെച്ചേക്കും. നമ്മളതിനെ ഒരു ചുവപ്പ് നാട ടൈപ്പിസം എന്നൊക്കെ പറയും. ചില ഫയലുകൾ ഇങ്ങനെ ഉറങ്ങിയിരിക്കും, എത്ര കാണിച്ചാലും ഇന്ന് നമ്മൾ ആരെ കൊണ്ട് വിളിപ്പിച്ചൊക്കെ പറഞ്ഞാൽ പോലും അവർ തുറക്കൂല. കൈക്കൂലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇന്നൊക്കെ ശ്രദ്ധിക്കണം, അല്ലെ? ഇന്നിപ്പം കൈക്കൂലി എന്നൊക്കെ പറയുന്നത് കുറഞ്ഞു തുടങ്ങി. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് പണി വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ ടെക്നോളജിയൊക്കെ വികസിച്ചത് കൊണ്ടും ഒത്തിരി മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി. ഓക്കെ, നമുക്കത്
അവിടെ അവസാനിപ്പിക്കാം. നമുക്ക് റിവിഷനിലേക്ക് പോവാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ റിവിഷൻ വരുമ്പോഴൊക്കെ നമുക്ക് പറയാം. ഓക്കെ, എല്ലാവരും ഓക്കെ ആണോ? റെഡിയാണോ? നമ്മുടെ ക്ലാസ്സുകളൊക്കെ അവസാനിച്ച് നമുക്ക് റിവിഷനിലേക്ക് പോവാണ്. ഓക്കെ, പെട്ടെന്ന് എല്ലാവരും തമ്പിട്ടേ, പെട്ടെന്ന് എല്ലാവരും തമ്പിട്ടേ. ഓക്കെ ആണെങ്കിൽ ഒരു തമ്പിടുക. ഓക്കെ, പെട്ടെന്ന് എല്ലാവരും ഇടേ, പെട്ടെന്ന് ഉറങ്ങിയിരിക്കാന്നാണ് എല്ലാവരും. ഞായറാഴ്ച ആയതുകൊണ്ടാണോ? ഓക്കെ നിഷ, ഓക്കെ. പഠിച്ചൊക്കെ തുടങ്ങി എല്ലാവരും? ഓക്കെ, കീർത്തി, അരുൺ ബോസ്, ജീന്റെ, നീതു, നിഷ, നിക്സൺ, രാധ, റഹ്മത്ത്, ഷിബിൻ പോലീസ്, ശ്രീജ, എല്ലാവരും പഠിക്കണം കേട്ടോ. നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് വേണം. ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞിട്ടുണ്ട്, വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല, നല്ലപോലെ ഉയർന്ന രീതിയിൽ മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വേണം പാസ്സാവാനായിട്ട്. വെറുതെ ജസ്റ്റ് പാസ്സാവരുത് കേട്ടല്ലോ. സിസ്റ്റം ഒക്കെ മാറുവാണേ, എല്ലാ സിസ്റ്റങ്ങളും മാറുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ മാറിക്കൊണ്ടിരിക്കുക. വെറുതെ ജസ്റ്റ് പാസ്സിലേക്കൊന്നും കാര്യമില്ല. അപ്പൊ നമുക്ക് അതിനുള്ള സംവിധാനങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വൺവേഡികളൊക്കെ നേരത്തെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് പോവുക. വൺവേഡ് തന്നെ പഠിച്ചാൽ നമുക്ക് സുഖമായിട്ട് 50 മാർക്ക് കിട്ടും. പിന്നെ എന്താ ബാക്കി ഷോർട്ട് ആൻസർ ഒക്കെ എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 80 മാർക്ക് 70 മാർക്ക് സുഖമായിട്ട് മേടിക്കാം അല്ലേ? ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ കാര്യങ്ങളുടെ കിടപ്പ്. പിന്നെ ഒത്തിരി ഇരുന്ന് പഠിക്കാനില്ല എന്നോർത്ത് ഒത്തിരി പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് റിവിഷനിലേക്ക് പോകട്ടെ. മൊഡ്യൂൾ 1 നമുക്കറിയാം 3-4 ചാപ്റ്ററുകൾ. ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സൊസൈറ്റി, നേഷൻ, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അല്ലേ? നേരത്തെ പഠിച്ചതാണ്. 3-ാമത്തെ ചാപ്റ്റർ എല്ലാവരും എടുത്ത് പെട്ടെന്ന് 3-ാമത്തെ ചാപ്റ്റർ ഒന്ന് മറന്നുപോയി കാണും. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ കേട്ടോ, നിങ്ങൾക്ക് ഒരു റിവിഷൻ എന്നുള്ള രീതിയിൽ. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? അവിടെ നമുക്ക് ഒത്തിരി വൺവേഡുകളൊക്കെ കിടപ്പുണ്ട്. എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുള്ള കാര്യമൊക്കെ ഓർത്തിരിക്കണം. പേജ് നമ്പർ 17 നോട്ട് ചെയ്ത് വെക്കുക. രാഷ്ട്രത്തിന്റെ അടിസ്ഥാനപരമായ നിയമമാണെന്നൊക്കെ ഓർക്കുക. അത് ബേസിക് റൂൾസ് ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദമാണെന്ന് ഓർത്തിരിക്കുക. നേഷൻ എന്താണെന്നൊക്കെ ഓർത്തിരിക്കണം. അസോസിയേഷൻ എന്താണെന്ന് ഓർത്തിരിക്കണം. സ്റ്റേറ്റ് എന്താണ്, സൊസൈറ്റി എന്താണെന്നൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻ വരും. 1 മാർക്കിന്റെ 2 മാർക്കിന്റെ ഷോർട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കും. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യണം? അത് നന്നായിട്ട് പഠിച്ചു വെക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കണം കേട്ടല്ലോ. അപ്പൊ ഒന്ന് ഇനി എടുത്തു പറയണ്ടല്ലോ നേഷനെ കുറിച്ചൊക്കെ. നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ അന്ന് നേരത്തെ തന്ന കാര്യങ്ങളെ ഒന്നോടെ ഒന്ന് എന്ത് ചെയ്യുന്നു, ഒന്ന് അടിച്ചു ഒതുക്കുന്നു കേട്ടോ. സമയമുണ്ട്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. നമുക്ക് സെപ്റ്റംബർ 1 ആയുള്ളൂ. ഇനിയുണ്ട് 1 മാസം 1.5 മാസം പഠിക്കാനായിട്ട് ഇഷ്ടമായ സമയമുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പഠിക്കണ്ട. അപ്പൊ ഞാനെല്ലാം അങ്ങ് പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പൊ ഇന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് എല്ലാം തീർക്കാനായിട്ട് ശ്രമിക്കണ്ട. പതിയെ നമ്മൾ എന്ത് ചെയ്യണം? കൊച്ചഴിയുന്ന പോലെ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞെഴഞ്ഞെഴഞ്ഞ് എന്ത് ചെയ്യണം? ഒറ്റച്ചാട്ടം അല്ലേ? പയ്യെ തിന്നാൽ പനി തിന്നാന്നല്ലേ? അപ്പൊ നമുക്ക് അന്ന് പറഞ്ഞ പോലെ പയ്യെ തിന്നാൽ മതി, പക്ഷെ തിന്നണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? നമ്മള് ചാടിപ്പോരുത്. നമ്മുടെ കഴിക്കുന്ന സാധനം പുറത്തേക്ക് സൈഡിലേക്ക് ചാടിപ്പോരുത്. നമ്മൾ പൂർണ്ണമായിട്ട് അകത്താക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് പഠിക്കണം. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. ഇപ്പൊ സ്റ്റേറ്റ് എന്താണെന്ന് പഠിച്ചു വെക്കണം, അസോസിയേഷൻ എന്താണെന്നൊക്കെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ സൊസൈറ്റിയെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അവിടെയൊക്കെ സിറ്റിസൺഷിപ്പ്. ഇപ്പൊ എന്തായാലും 6 ചോദ്യം പഠിക്കുമ്പോൾ തന്നെ അവിടെ 2 മാർക്കിനുള്ള ചോദ്യം ഉറപ്പായിട്ട് കിട്ടി. 100% ഉറപ്പാണ്. നേഷൻ, വാട്ട് യു മീൻ ബൈ അസോസിയേഷൻ, സ്റ്റേറ്റ്, സൊസൈറ്റി. അത് പഠിച്ചാൽ തന്നെ ഇനി എടുത്ത് പറയണ്ടല്ലോ. അപ്പൊ അവിടെ ഈ മാർക്കിനുള്ള നമ്മൾ മാർക്ക് നേടേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ. അതാണ് റിവിഷൻ എന്ന് പറയുന്നത് അല്ലേ? ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഓരോന്നെടുത്ത് നേഷൻ എന്താണ് അല്ലെങ്കിൽ അസോസിയേഷൻ എടുത്ത് എന്താണെന്ന് പറയേണ്ട, നിങ്ങൾ പഠിച്ചാൽ മതി. അപ്പൊ അവിടെ നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടുന്ന് എന്തായാലും ഒരു ചോദ്യം ഉറപ്പാണ്. 2 മാർക്കിലുള്ള ചോദ്യം 100% ഉറപ്പായിട്ടും ചോദിക്കും. ഒരു മാറ്റമില്ല. അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെച്ചു. ഡിഫൈൻ നേഷൻ, അസോസിയേഷൻ, സ്റ്റേറ്റ്, സൊസൈറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്. എന്തായാലും അവിടുന്ന് ചോദിക്കും. ഒരു മാറ്റവും ഇല്ല, ഉറപ്പാണ്. 2 മാർക്ക് ഇപ്പൊ തന്നെ അവിടെ റെഡിയാണ്. അത് കുറയില്ല, കൂടുകയുള്ളൂ. ഇനി നമുക്ക് 7-ാമത്തെ ചോദ്യം 7, 8 ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദ ഡിഫറൻസ്? നല്ല രസമുണ്ട് പറയാനായിട്ട്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്? ഓൾറെഡി നിങ്ങൾ സ്റ്റേറ്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, അസോസിയേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, സൊസൈറ്റി എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, സിറ്റിസൺഷിപ്പ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിങ്ങളൊരു 3 മാർക്കിന്റെയോ അല്ലെങ്കിൽ 4 മാർക്കിന്റെയോ ചോദ്യങ്ങൾ എപ്പോഴും വരാൻ സാധ്യതയുള്ളൂ എന്ന് പറഞ്ഞാൽ 2 മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കാം. ഈ ഡിഫറൻസ് ചെയ്യാൻ പറയും അല്ലെ? ക്വസ്റ്റൻ ഇടുന്നവർക്ക് ഒരു രസമാണ് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോദിക്കുമ്പോൾ രസമാണ്. ഇപ്പൊ സ്റ്റേറ്റും സൊസൈറ്റിയും പഠിച്ചാലറിയാം, നേഷൻ പഠിച്ചാലറിയാം, ഗവൺമെന്റ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. 11 2 കൂടെ ഒന്നോടെ എഴുതുന്നില്ലുള്ളൂ. അപ്പൊ നിങ്ങളോട് വാട്ട് ഡു യു മീൻ ബൈ സിറ്റിസൺഷിപ്പ് എന്ന് ചോദിച്ചു, നിങ്ങൾക്ക് അറിയാം. അടുത്ത ചോദ്യം വരുമ്പോൾ വാട്ട് ഡു യു മീൻ ബൈ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിറ്റിസൺഷിപ്പ് ആൻഡ് ഗവൺമെന്റ്? ഇപ്പൊ ഗവൺമെന്റ് നിങ്ങൾക്ക് അറിയാം, സിറ്റിസൺഷിപ്പ് അറിയാം. അതൊന്നുകൂടെ 2 സെന്റൻസ് ആക്കി എഴുതി വെച്ചാൽ മതി. ഇപ്പൊ എന്തായി മാറി? ഉത്തരവായില്ലേ? അപ്പം ഇവിടെ ചോദിച്ചു സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. സ്റ്റേറ്റ് എന്താണെന്ന് പഠിച്ച് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു മടുത്തു. എവിടെ ചോദിച്ചാലും സ്റ്റേറ്റ്. അടുത്ത ചോദ്യം നോക്കി, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി? സൊസൈറ്റി അറിയാലോ, സ്റ്റേറ്റും അറിയാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് അസോസിയേഷൻ? വീണ്ടും അസോസിയേഷൻ ഞാൻ ആദ്യം കുറച്ച് മുമ്പ് പറഞ്ഞു. സ്റ്റേറ്റ് എന്താണെന്ന് അറിയാലോ, അപ്പൊ പിന്നെ അസോസിയേഷൻ എഴുതാലോ. അറിയില്ല, അസോസിയേഷൻ എന്താണെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞേ അരുൺ ബോസ്. എന്ത് പറ്റി അറിയില്ലാതെ? ഞാൻ ഓൾറെഡി നേരത്തെ ക്ലാസ് തന്നിട്ടുള്ളതാണല്ലോ.
എന്ത് പറ്റി? ക്ലാസ് കയറിയില്ല അല്ലെങ്കിൽ ക്ലാസ് കേട്ടില്ല അല്ലേ? ആദ്യമായിട്ടാണ് ക്ലാസ് കയറുന്നത്. അപ്പം റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും കേട്ടോ. അപ്പൊ ആ റെക്കോർഡ് ക്ലാസ് ഒക്കെ ഒന്ന് കേൾക്കണം കേട്ടോ. നമുക്ക് അതിന് എടുത്ത് പറയുന്നില്ല, ഞാൻ സ്റ്റേറ്റ് മാത്രം എന്താന്ന് പറഞ്ഞുതരാം. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നിശ്ചിത അതിർത്തിയിൽ രാഷ്ട്രീയമായി സംഘടിച്ച ഒരു കൂട്ടം ജനങ്ങളുള്ള പ്രദേശത്തെ രാഷ്ട്രം എന്ന് പറയാം. ഇന്ത്യ എങ്ങനെ ഒരു സ്റ്റേറ്റ് ആണ്? നമ്മുടെ ഇന്ത്യയുടെ ഒരു ഔട്ട്ലൈൻ മാപ്പ് എടുത്തേ. ഇന്ത്യക്ക് കൃത്യമായ ഔട്ട്ലൈൻ ഇല്ലേ? 4 വശത്തും ഒരു സ്ഥലത്ത് കന്യാകുമാരി, മുകളിലെ കാശ്മീരും, വലതുവശത്ത് അരുണാചൽ പ്രദേശും, ഇടത് സൈഡില് എന്താണ് ഗുജറാത്ത് ഉൾപ്പെടുന്ന കൃത്യമായ ഒരു ഔട്ട്ലൈൻ നമുക്കുണ്ടോ? ഉണ്ടോ? ഉണ്ട്. നമ്മുടെ രാജ്യത്ത് ഒരു പരമാധികാരി രാജ്യം, ഒരു സോവറിൻ നേഷനാണ് നമ്മുടെ രാജ്യം. ജനങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ജനസംഖ്യ ഉണ്ട് അല്ലേ? അതുകൊണ്ട് നമ്മുടെ രാജ്യം സ്റ്റേറ്റ് അല്ലേ? ഒരു പരമാധികാര റിപ്പബ്ലിക് നേഷനല്ലേ നമ്മുടെ രാജ്യം. അത്രയൊക്കെ എഴുതി വെച്ചാൽ നമുക്ക് കിട്ടുമല്ലോ. കൃത്യമായ അതിർത്തിയോട് കൂടിയ അല്ലേ? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു നിശ്ചിത അതിർത്തിയില് എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന ഒരു പ്രദേശത്തെ ജനസംഖ്യയോട് കൂടിയ ഒരു പ്രദേശത്തെ നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റേറ്റ് എന്ന് പറയാം അല്ലേ? നമ്മുടെ രാജ്യം സ്റ്റേറ്റ് അല്ലേ? കൃത്യമായ അതിർത്തി ഉണ്ട്, നമുക്ക് കൃത്യമായ ഭരണ സംവിധാനം ഉണ്ട്, കൃത്യമായ ഗവൺമെന്റ് അല്ലേ? കൃത്യമായ ഗവൺമെന്റ് ഉണ്ട്, ജനസംഖ്യയുണ്ട്, കൃത്യമായ അതിർത്തിയുണ്ട്, പരമാധികാരമുണ്ട്. ഇനി ഒന്നും അറിയില്ല, സ്റ്റേറ്റ് എന്താണെന്ന് അറിയില്ല. കൃത്യമായ അതിർത്തിയോട് കൂടിയ ജനസംഖ്യയുള്ള പരമാധികാരമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞെഴുതിയാൽ പോലും അതെന്താണ്? സ്റ്റേറ്റ് ആണ്. അത്ര ഒരു രാജ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയാം. പറയാൻ പറ്റത്തില്ലേ? പറയാൻ പറ്റുമോ? സ്റ്റേറ്റ് എന്താണെന്ന് കിട്ടിയോ അരുണേ? പറയുന്നില്ലല്ലോ. അരുൺ ബോസ് പെട്ടെന്ന് റിപ്ലൈ ചെയ്തേ. ഒരാൾക്കൊരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കിയിട്ട് വേണം അടുത്തേക്ക് പോകാനായിട്ട്. ഓക്കെ, യെസ്, ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇന്ത്യ എന്ന് പറഞ്ഞ് എഴുതണ്ട. കൃത്യമായ ജനസംഖ്യയുള്ള, കൃത്യമായ ഭരണ സംവിധാനമുള്ള, കൃത്യമായ അതിർത്തിയുള്ള, പരമാധികാരമുള്ള ഒരു രാജ്യത്തെ നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റേറ്റ് എന്ന് പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്രേ ഉള്ളൂ. ഒരു നിശ്ചിത അതിർത്തിയിൽ രാഷ്ട്രീയമായി സംഘടിച്ച ഒരു കൂട്ടം ജനങ്ങളുള്ള പ്രദേശത്തെ രാഷ്ട്രം എന്ന് പറയാം. അങ്ങനെയും പറയാം. പിന്നെ അതൊന്നും അറിയില്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാൽ മതി. കൃത്യമായി ഇന്ത്യയുടെ മാപ്പ് മനസ്സിലോർക്കണം. ഇന്ത്യയുടെ മാപ്പൊക്കെ വരയ്ക്കാൻ അറിയാലോ. കൃത്യമായ അതിർത്തിയുള്ള മാപ്പൊക്കെ. ഞാൻ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന കുട്ടികള് മാപ്പൊക്കെ വരും, വരയ്ക്കാൻ അറിയില്ലെങ്കിലും മാപ്പിന്റെ മോഡലൊക്കെ തന്നിട്ട് പ്രദേശങ്ങളൊക്കെ അടയാളപ്പെടുത്താൻ വരും കേട്ടോ. അപ്പൊ അതൊക്കെ പഠിച്ചു വെക്കണേ. ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഓക്കെ, അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല കേട്ടോ. അപ്പം അവിടെ ഒരു കണക്ഷൻ കിട്ടുമെന്നല്ലോ. അപ്പൊ മാപ്പുണ്ട്, കൃത്യമായ അതിർത്തി ഉണ്ട്, നമുക്കറിയാം. കൃത്യമായ ജനസംഖ്യ ഉണ്ടെന്ന് അറിയാം. 140 കോടി ജനങ്ങളുണ്ട്. നമ്മുടെ രാജ്യം പരമാധികാര രാജ്യമാണ്. പരമാധികാര രാജ്യമുള്ള, ജനസംഖ്യയുള്ള, കൃത്യമായ ഗവൺമെന്റ് ഉള്ള ഒരു രാജ്യത്തെ സ്റ്റേറ്റ് എന്ന് പറയാം. ഓക്കെ, ഞാൻ അതിൽ നിന്ന് പോവാട്ടോ. സമൂഹം എന്താണെന്ന്, സൊസൈറ്റി എന്താണെന്ന്, അസോസിയേഷൻ എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് കേട്ടല്ലോ. അസോസിയേഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ലക്ഷ്യങ്ങളോട് കൂടി വരുന്നതാണ്. ചിലപ്പോൾ സ്ഥിരമായിരിക്കാം, താൽക്കാലികമായിരിക്കാം. ഒക്കെ പഠിച്ചു വെക്കുക. അത്തരത്തിലുള്ള കുറെ ഡിഫറൻസ് ഒക്കെ അവിടെ പഠിക്കാനുണ്ട്. അതൊക്കെ പഠിച്ചു വെക്കുക. സിറ്റിസൺഷിപ്പ് നമുക്കറിയാം, നമുക്കെല്ലാം പൗരത്വമുണ്ട്. നമ്മളെല്ലാം എന്താണ്, ഒരു പെർമനന്റ് ആയിട്ടുള്ള ജന്മനാ നമുക്ക് കുറെ പൗരത്വമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് വെച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മതി. ഇനി ആരെങ്കിലും ഒക്കെ ഇനി ഇങ്ങോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ, ഇവിടുത്തെ നിയമം അനുസരിച്ച് കുറെ വർഷമൊക്കെ താമസിച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർക്ക് കൊടുത്ത പൗരത്വമാണ് എന്താണ്? താൽക്കാലിക പൗരത്വം, അല്ലെങ്കിൽ നമ്മള് കൊടുത്ത പൗരത്വം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലേ? അപ്പൊ പൗരത്വം പ്രധാനമായിട്ടും എന്താണ്? നമ്മളൊക്കെ ജന്മനാ ഉള്ള പൗരത്വം തന്നെയാണ്. അപ്പം നമ്മളൊക്കെ ജന്മനാ നേടിയതാണ് അല്ലെ? പിന്നെ നൽകപ്പെട്ട പൗരത്വമാണ്. അപ്പൊ വിദേശികളൊക്കെ ഇവിടെ നിന്ന് താമസിച്ചൊരു നിശ്ചിത 5 വർഷമോ 7 വർഷമൊക്കെ താമസിച്ച് കഴിയുമ്പോൾ അവർ ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മൾ നൽകപ്പെട്ട പൗരത്വം എന്ന് പറയുന്നത്? അപ്പൊ നമുക്കൊക്കെ എന്താണ്? ജന്മനാ ഉള്ള പൗരത്വവും ഒരെണ്ണമുള്ളൂ. ഇന്ത്യയിൽ ഒരു പൗരത്വമുള്ളൂ, 2 പൗരത്വമൊന്നും ഇല്ല. ചില 2 പൗരത്വമുള്ള ചില വ്യക്തികളുണ്ട്. നോർമലി നമ്മൾ ഇന്ത്യയിൽ നിന്ന് മറ്റു രാജ്യത്ത് പോയി താമസിച്ച് കഴിയുമ്പോൾ അവിടെ പൗരത്വം നേടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇന്ത്യയിലെ പൗരത്വം കട്ടാവും കേട്ടോ. അതും ഒരു നമ്മുടെ നിയമം അനുസരിച്ച് അങ്ങനെയാണ്. അതുകൊണ്ട് 2 പൗരത്വം കൊണ്ട് നടക്കാമെന്ന് വിചാരിക്കേണ്ട. അമേരിക്കയിൽ പോയി താമസിച്ചിട്ട് അവിടെ ഒരു 7 വർഷമാണെങ്കിൽ അല്ലെങ്കിൽ 5 വർഷം അവിടുത്തെ നിയമം എന്താണ്, അവിടുത്തെ പൗരത്വം കിട്ടാൻ എന്താണ് പറയുന്നതെങ്കിൽ, അവിടുത്തെ പൗരത്വം വേണ്ടി നമ്മൾ അപേക്ഷിച്ച് കഴിയുമ്പോൾ അവിടെ പൗരത്വം ലഭിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അന്ന് തന്നെ ഇന്ത്യയുടെ പൗരത്വം കട്ടാവും. ഓക്കെ, സംശയമില്ലല്ലോ. ഓക്കെ, അടുത്ത മേജർ പൊളിറ്റിക്കൽ തിയറീസ് ആണ്. വളരെ ഒരു വലിയൊരു സംഭവമായിട്ടൊക്കെ എല്ലാവരും എടുക്കും. അയ്യോ, ഇതിനകത്ത് ലിബറലിസം, മാർക്സിസം, ഗാന്ധിസം ഒക്കെ പഠിക്കാനുണ്ട്, എനിക്ക് തിയറി ഒന്നും അറിയില്ല, എന്താണ് ലിബറലിസം എന്നറിയില്ല, അല്ലെങ്കിൽ മാർക്സിസം എന്താണെന്ന് അറിയില്ല, ഗാന്ധിസം എന്താണെന്ന് അറിയില്ല. വൺവേടുകളൊക്കെ ധാരാളം ഒളിഞ്ഞു കിടക്കുന്ന മേഖലയാണ് സ്വാതന്ത്ര്യം, ലിബറലിസം, സ്വാതന്ത്ര്യം അല്ലെ? എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണമല്ലോ. അപ്പൊ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് തരുള്ളൂ. ഒന്ന് 7 മണിക്ക് തരും താൽക്കാലികമായിട്ട്. പിന്നെ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് ഒരു സ്വാതന്ത്ര്യം തരും. പക്ഷെ സ്വാതന്ത്ര്യം എന്തായിരിക്കണം? നിങ്ങൾ നേടിയ വലിയൊരു വിപ്ലവത്തിന്റെ റിസൾട്ടോട് കൂടിയായിരിക്കണം. അപ്പൊ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞു അല്ലേ? സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇച്ചിരി കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒക്ടോബറിൽ എക്സാം കഴിയും. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങളും വലിയൊരു സ്വാതന്ത്ര്യം നേടും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുന്നില്ല, ചെറിയ സ്വാതന്ത്ര്യമൊക്കെ തരുന്നുള്ളൂ. അപ്പൊ ആ സ്വാതന്ത്ര്യമൊക്കെ കഴിഞ്ഞ് അല്ലെ, ആ ഒരു ചെറിയ സ്വാതന്ത്ര്യമൊക്കെ മതി.
അപ്പൊ നമുക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്താണ് വരുന്നത്? അന്ന് നിങ്ങൾ സ്വാതന്ത്ര്യം നേടി, ഞാൻ ആ വിപ്ലവത്തിൽ നിങ്ങൾ പങ്കെടുത്തു, ഞാൻ വിപ്ലവത്തിൽ സമരം നയിച്ച് മുന്നേറി എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ എന്താണ്, ഉയർന്ന മാർക്കോടുകൂടി നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്വാതന്ത്ര്യത്തിൽ പൂർണ്ണമായിട്ടും പങ്കെടുത്തു, വിജയിച്ചു എന്നുള്ളതാണ്. തോറ്റുപോയിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾ ആ സ്വാതന്ത്ര്യത്തിൽ കൂടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ, പങ്കെടുത്തില്ല, കൃത്യമായിട്ട് പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ലിബറലിസം ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. വെല്ലുവിളി എടുക്കട്ടെ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. എന്താ വെല്ലുവിളി എന്ന് പറയാൻ പറ്റുമോ? എന്താ വെല്ലുവിളി? നിങ്ങൾ വെല്ലുവിളിക്കുക, ഇന്ന് തന്നെ വെല്ലുവിളിക്കുക കേട്ടോ. നിങ്ങൾക്ക് വരുന്ന എക്സാമിന് നിങ്ങൾക്ക് ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ, വിപ്ലവത്തിൽ നിങ്ങൾ പോരാടി നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് മേടിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. എന്തായാലും ഞാനിതൊരു വിപ്ലവമായിട്ട് തന്നെ എടുത്തേക്കാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് എന്താണ്, ഞാനും പോരാടിയ, അല്ലെങ്കിൽ നമ്മുടെ കൻവർ സിംഗിനെ പോലെയും ഗാന്ധിയെ തോപ്പിയെ പോലെയൊക്കെ ഞാനും പോരാടിയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഗാന്ധിജിയെ പോലെയും അല്ലെ നെഹ്റുവിനെ പോലെയൊക്കെ ഞാനും പോരാടിയ ഒരു വ്യക്തിയാണ് ഈ പരീക്ഷയിൽ എന്ന് നിങ്ങൾ ഒരു വിപ്ലവമായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമായിട്ട് എടുക്കുക കേട്ടോ. ഉയർന്ന മാർക്ക് ഉണ്ടാവണം, ജസ്റ്റ് ചാടിക്കിടക്കരുത്. ഓക്കെ ആണോ? മനസ്സിലായോ? കഴിഞ്ഞ കാര്യങ്ങൾ നമ്മൾ റിവിഷൻ ചെയ്ത കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ ആയോ? ഒന്നും മിണ്ടുന്നില്ല, പോയോ? വിപ്ലവമൊക്കെ പോയോ? നിങ്ങൾ വെല്ലുവിളിക്കുകയാണേ. വിപ്ലവം നിങ്ങൾ ആ വിപ്ലവത്തിൽ പങ്കെടുക്കാൻ റെഡി ആവണം. ഓക്കെ, ഇവിടെ ശ്രീജ റെഡിയായി. ആദ്യം ഒരാൾ ഇത് പറഞ്ഞു, ഞാൻ റെഡിയാന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ആ വിപ്ലവത്തിലൂടെ പങ്കെടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇത് ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഇതിന്റെ ലിബറലിസം, മാർക്സിസം, ഗാന്ധിസം. ഈ മാർക്സിസം എന്ന് പറഞ്ഞാൽ കാൾ മാർക്സ്. ഗാന്ധിസം എന്ന് പറഞ്ഞാൽ ആരാണ്? അവിടെയും നമുക്ക് ഓർത്തിരിക്കാം. ആരുടെ കാര്യം ഓർത്തിരിക്കാം? മൈക്ക് ഓഫ് ആണെന്നോ? ഞാൻ പറയുന്നത് കേൾക്കത്തില്ലേ? ഓക്കെ ഓക്കെ, ആഗ്രഹം ഉണ്ടല്ലോ, ആഗ്രഹം ഉണ്ടായാൽ മതി, പിന്നെ പേടിക്കണ്ട. ഓക്കെ ഓക്കെ, ഞാൻ നിങ്ങളുടെ മൈക്ക് ഓഫ് ആക്കിയേക്കണം, അത് നിങ്ങൾ ചാറ്റ് ചെയ്താൽ മതി. അതായത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായാൽ മതി. ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആഗ്രഹത്തെ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കണം, താത്തരുത്, വളർത്തിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇതൊരു വിപ്ലവമാണ്. നിങ്ങളിപ്പോൾ ഒരു വിപ്ലവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. വിപ്ലവം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള വിപ്ലവമാണ്. ആ സ്വാതന്ത്ര്യം വഴി നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ കയ്യിലേക്ക് വലിയൊരു സംവിധാനമാണ്, അല്ലെങ്കിൽ ഒരു മാർക്ക്, അതാണ്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിപ്ലവത്തെ അങ്ങ് എന്താണ്, ഒരു രക്തരൂക്ഷിതമായ രീതിയിലേക്ക് കൊണ്ടുവരണം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ലിബറലിസം എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ലാറ്റിൻ വേർഡ് ലാറ്റിൻ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. എല്ലൊക്കെ ഓർത്തിരുന്നാൽ മതി. അപ്പൊ അവിടെയൊക്കെ ഓർത്തിരിക്കുക. പിന്നെ ഇതിന്റെ ഈ വിപ്ലവങ്ങളൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു വിപ്ലവത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവം ഓർത്തിരിക്കണം, 1789 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദോസ് ഗ്രേറ്റ് പൊളിറ്റിക്കൽ വാല്യൂസ് ഡിക്ലെയർഡ് ബൈ ദ റവല്യൂഷൻ? ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ച ഘടകങ്ങൾ: സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഇതൊക്കെ എവിടെയാണ്? ഫ്രാൻസിലെ 1789 വിപ്ലവത്തെ കുറിച്ച് അവിടെ പറയുന്നില്ലെങ്കിലും റൂസോ, വോൾട്ടേർ, മോണ്ടസ്ക്യൂ അവരുടെ പേരുകളൊക്കെ ഓർത്ത് വെച്ചോട്ടോ. മനുഷ്യൻ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് റൂസോ കേട്ടോ. അപ്പൊ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് കൊണ്ടതാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ലോകത്തിൽ എനിക്ക് തോന്നുന്ന വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് കേട്ടോ. അതൊക്കെ കണ്ടിട്ടാണ് മറ്റു പല രാജ്യങ്ങളും സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ പോയത്. അതുവരെ നമ്മളെല്ലാം ഇങ്ങനെ ബ്രിട്ടന്റെയും മറ്റു രാജ്യങ്ങളുടെയൊക്കെ അടിമയായിട്ട് കിടക്കുമായിരുന്നു, കോളനികളായിട്ട്, ഇന്ത്യ അടക്കം. അപ്പം ഈ 1789 വിപ്ലവം കണ്ടുകൂടി നമ്മളൊക്കെ അങ്ങ് തിരിച്ചു. എന്താണ്? അങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല, നമുക്കും സ്വാതന്ത്ര്യം വേണം. അവന്റെ അടിമകളായിട്ട് നമുക്ക് നടക്കേണ്ട, ഇവിടെ നിന്നുള്ള സാധനങ്ങളെല്ലാം അങ്ങ് കൊണ്ടുപോവാ, സമ്പത്തടക്കം. നമ്മുടെ ദാദാഭായ് നവറോജി പറഞ്ഞിട്ടുണ്ട്, എന്താണ് അല്ലെ, ഇവിടുന്ന് ചോർച്ച സിദ്ധാന്തം, ഇവിടെ നിന്നുള്ള നമ്മളറിയാതെ ചോർത്തിക്കൊണ്ട് പോകുവരെ. നമ്മളുണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അവിടെ പോയിട്ട് ഒരു ഫാക്ടറിയിൽ നല്ല ഉത്പാദനം, നല്ല പുതിയ വസ്തുക്കളാക്കി ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ നമുക്ക് കുറച്ച് പൈസയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് പോകും. അവിടെ ചെന്നിട്ടോ അവിടെ മെഷീനിലേക്ക് ഉണ്ടാക്കി പുതിയ വസ്ത്രങ്ങളും എല്ലാം നല്ല രീതിയിൽ ഉണ്ടാക്കി. നമ്മളുണ്ടാക്കിയ സാധനം തന്നെയാണ് അവിടെ കൊണ്ടുപോയിട്ട് ഇതെല്ലാം നല്ല രീതിയിൽ ഉത്പാദിപ്പിച്ച് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം? ഉയർന്ന വിലയ്ക്ക് വിൽക്കും. അന്നേരം നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കണം. ബുദ്ധിമാന്മാരല്ലേ അവരെല്ലാം. അപ്പൊ അതൊക്കെ അനുഭവിച്ച് നമ്മൾ ഇനി എന്ത് ചെയ്യണം? പ്രതികരിക്കണം. ഓക്കെ, ഇനി പ്രതികരിക്കണ്ട. അപ്പൊ നിങ്ങൾ പ്രതികരിക്കേണ്ടത് ഇവിടെയാണ്, ഇവിടെ മാർക്ക് നേടാനായിട്ട്. ബട്ട് സർവോദയ ആരുമായി ബന്ധപ്പെട്ടത്? സർവോദയ ഗാന്ധിജിയാണ്, ഓർത്തിരിക്കണം. ആചാര്യ വിനോബ ഭാവെയാണ്, അതുപോലെ തന്നെ ജയപ്രകാശ് നാരായണ, ഓർത്തിരിക്കണം കേട്ടോ. സർവോദയ പേര് ഓർത്തിരിക്കണം, സർവോദയ ഓർത്തിരിക്കണം. ബൂർഷ എന്നുള്ള വാക്കൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. ഇത് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഈ ജന്മിമാരില്ലേ, ബൂർഷ ചിന്താഗതികൾ എന്നൊക്കെ പറയില്ലേ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് അവർ പറയുന്ന. ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട് അല്ലെ. 8 കാലം വരെ 8 പോലെ കെട്ടിയിട്ട് അവരിൽ നിന്ന് മാസം മാസം ഇങ്ങനെ നികുതിയായിട്ട് പിരിച്ചുകൊണ്ടിരിക്കും. അവരെ നമുക്ക് ജന്മിമാർ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ബൂർഷ എന്ന് പറയാം. ഓക്കെ, അനാർക്കിസം, അരാജകത്വം.
കേട്ടോ. അതൊക്കെ ഓർത്തിരിക്കുക. പിന്നെ ലിബറലിസത്തിന്റെ കുറെ ന്യൂനതകളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞു വെക്കുക. പിന്നെ മാർക്സിസത്തെ കുറിച്ച് പറയാം. അടുത്ത മാർക്സിസ് ആരുടെ? കാൾ മാർക്സ്, ഫ്രെഡറിക് എംഗൽസ്. ഓർത്തിരിക്കണം. അവിടെ ചോദിക്കാൻ സാധ്യതയുള്ളത് ദാസ് ക്യാപിറ്റൽ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848 പേജ് നമ്പർ 25 1848 പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഓർത്തിരിക്കണം കേട്ടോ. 1867 മൂലധനം ഓർത്തിരിക്കണം. ദാസ് ക്യാപിറ്റൽ, രണ്ടും ഇതൊക്കെ എഴുതിയത് ആരാണ്? ഇതൊക്കെ നമ്മുടെ ലെനിനും കാൾ മാർക്സ് ഒക്കെ, സോറി, നമ്മുടെ കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും. ഞാൻ പറഞ്ഞു മാറി കേട്ടോ. അപ്പൊ എന്താണ്? 1848 പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും 1867 മൂലധനവും കേട്ടോ. കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും, അല്ല സോറി, ഞാൻ കൺഫ്യൂഷനായി. നമ്മുടെ ഫ്രെഡറിക് എംഗൽസും കാൾ മാർക്സ് ഒക്കെ കൂടി എഴുതിയതാണ്, ഓർത്തിരിക്കുക കേട്ടോ. അദ്ദേഹത്തിന്റെ മാർക്സിന്റെ കുറെ തിയറി ഉണ്ട്. ഏതൊക്കെ തിയറിയാണ്? ചരിത്രത്തിന്റെ ഭൗതികവാദം, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം, ഡയലക്ടിക്കൽ മെറ്റീരിയലിസം. ഇംഗ്ലീഷ് പഠിച്ചു വെക്കണേ. ക്ലാസ് വാർ, വർഗസമരം. ക്ലാസ് വാർ 3 വർഗസമരം അല്ലെ? 3 തട്ടുകളുണ്ട്. ഏതൊക്കെയായിരുന്നു? അടിമകൾ, ആദ്യഘട്ടത്തിൽ അടിമകൾ, യജമാനന്മാര്, മധ്യഘട്ടത്തിലെ പ്രഭുക്കന്മാരും അടിമകളും, ഇപ്പോഴോ മുതലാളിമാരും തൊഴിലാളി വർഗവും. വായിച്ചു നോക്കി കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് അടയാളപ്പെടുത്തി തന്നിട്ടുണ്ട്. പിന്നെ മിച്ചമൂല്യ സിദ്ധാന്തം ഞാൻ പറഞ്ഞില്ലേ, ആദ്യം ഇടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോലി ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ? 12 മണിക്കൂർ ജോലി ചെയ്തിട്ട് 8 മണിക്കൂർ ശമ്പളം തന്നിട്ട് ബാക്കി 4 മണിക്കൂർ തരാതിരുന്നാൽ എന്താ? അല്ലേ? 4 മണിക്കൂർ കൊണ്ട് തരണ്ടേ? അപ്പം നമുക്ക് ഇപ്പൊ 12 മണിക്കൂർ ജോലി ചെയ്തിട്ട് 8 മണിക്കൂറിന്റെ ശമ്പളം ഒന്നുള്ളൂ, ബാക്കി 4 മണിക്കൂർ തരാൻ കിടക്കുക. അപ്പൊ തന്ന ശമ്പളവും തരാനുള്ളതും കൂടെ കൂടിയുള്ള ഒരു കൂട്ടിച്ചേർക്കൽ. അതിനാണ് മിച്ചമൂല്യ സിദ്ധാന്തം എന്നൊക്കെ പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. രാഷ്ട്രത്തിന്റെ അധപ്പതനം പഠിച്ചു വെക്കുക. മതം മനുഷ്യനെ നയിക്കുന്ന കറുപ്പ്. വീണ് പോകരുത് കേട്ടോ, മതത്തിൽ നിന്ന് വീണ് പോകരുത്. ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് മതി. മതമൊക്കെ ഇങ്ങനെ എന്നും നമ്മള് താത്താനും ഉയർത്താനും ഒക്കെ എന്താണ്, മതം വേണ്ടാന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ അതൊക്കെ ആവശ്യത്തിന് മാത്രം. പിന്നെ തൊഴിലാളി വർഗ സർവാധിപത്യം, അങ്ങനെയാണോ? ഇപ്പൊ തൊഴിലാളി വർഗ സർവാധിപത്യമൊക്കെ പോയി അല്ലേ? ഇപ്പൊ അതിന് മാറ്റം വന്നു തുടങ്ങി. അന്ന് അങ്ങനെയായിരുന്നു. മാർക്സ് ചിന്തിക്കുന്നത് എപ്പോഴും തൊഴിലാളികളായിരിക്കും അവസാനം വരിക എന്നുള്ളതാണ്. ഇവർക്ക് അങ്ങനെ ആയിരുന്നു. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അങ്ങനെ തന്നെയാണ് അല്ലെ? അങ്ങനെ ആയിരുന്നു ഒരു കാലഘട്ടത്തില്. കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർക്സിസം എന്നൊക്കെ പറയുന്ന ഈ കമ്മ്യൂണിസം തന്നെയാണ് മാർക്സിസം. ഈ കമ്മ്യൂണിസത്തെ കൂടുതൽ വിപുലമാക്കിയത് ലെനിനാണ്. ഓർത്തിരിക്കണം കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കും. കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർക്സിസം, അതിനെ കൂടുതൽ വിപുലമാക്കിയത് ആരായിരുന്നു? ലെനിനായിരുന്നു. ഭരണാധികാരിയായിരുന്നു ലെനിനായിരുന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം എന്ത് സംഭവിച്ചാലും അവസാനം എന്താണ്? തൊഴിലാളി വർഗ സർവാധിപത്യമായിരിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഗാന്ധിസം പറയുന്നുണ്ട്. ഗാന്ധിസം ഒക്കെ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വെസ്റ്റേൺ സിവിലൈസേഷനെ അല്ലെങ്കിൽ പടിഞ്ഞാറൻ സംസ്കാരത്തെ, പേജ് നമ്പർ 29 11ാമത്തെ ചോദ്യം. പടിഞ്ഞാറൻ സംസ്കാരത്തെ ഒരിക്കലും ഗാന്ധിജി ഇഷ്ടപ്പെട്ടില്ല. അതായത് യൂറോപ്പിൽ, പ്രത്യേകിച്ച് ബ്രിട്ടന്റെ പാർലമെന്റും ബ്രിട്ടന്റെ ജനാധിപത്യവും ഒന്നും അദ്ദേഹം ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ഗ്രാമങ്ങളെ, അല്ലെ, കുടിൽ വ്യവസായങ്ങളെ, നമ്മുടെ തനിമയാർന്ന സംവിധാനങ്ങളെയൊക്കെയാണ് ഗാന്ധിജി ഇഷ്ടപ്പെട്ടത്. വ്യവസായങ്ങൾ വേണ്ട, പകരം കുടിൽ വ്യവസായങ്ങൾ മതി എന്ന് ഗാന്ധിജി ഇഷ്ടപ്പെട്ടു. അവിടുന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടുണ്ടാവും, പടിഞ്ഞാറൻ സംസ്കാരത്തിന്റെ വിമർശനം. നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഗാന്ധി ആസ് എ ക്രിട്ടിക് ഓഫ് ദ വെസ്റ്റേൺ സിവിലൈസേഷൻ വായിച്ചു നോക്കിയാൽ എളുപ്പമാവും. അദ്ദേഹം ഹിന്ദു സ്വരാജിലെ 1907 എഴുതിയ ഹിന്ദു സ്വരാജ് എന്നറിയപ്പെടുന്ന തന്റെ ലേഖനത്തിൽ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആക്കി വെക്കുക. ഇപ്പൊ കുടിൽ വ്യവസായങ്ങൾ ആരുമായി ബന്ധപ്പെട്ടതാണ്? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ്. സ്വരാജ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ്. ട്രസ്റ്റിഷിപ്പ് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ UN പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഗാന്ധിജിയുടെ ആശയമാണെന്ന് പറഞ്ഞിരുന്നു. ഇന്ന് അതായത് നിങ്ങളൊക്കെ ചെയ്യേണ്ടത്, സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിലാക്കി വെക്കാതെ കൂടെയുള്ളവരുടെ പേരിൽ മൊത്തത്തിൽ എല്ലാവരുടെയും കൂടി ആക്കി വെക്കുക കേട്ടോ. പോരട്ടെ എന്ന് പറഞ്ഞില്ലാണ്ട് നമുക്ക് ഒന്നിച്ച് കൂട്ടി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അങ്ങനെ വേണ്ട, നിങ്ങളുടെ പേരിൽ, നിങ്ങളുടെ മക്കളുടെ പേരിൽ, നിങ്ങളുടെ അച്ഛനന്മാരുടെ പേരിൽ, അവരുടെ പേരിൽ, ഇവരുടെ പേരിൽ എല്ലാം ഒരുമിച്ച് വെക്കുക. അപ്പൊ ആർക്കും പോയി കൈയെടുത്താൻ പറ്റില്ല. ട്രസ്റ്റ് ആക്കി വെക്കുക, പേടിക്കണ്ട. അങ്ങനെ ചെയ്യുമോ? ചെയ്യുന്നുള്ളവരിപ്പോ തമ്പിട്ടി ഒരാൾ പോലും ഇടില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പറഞ്ഞ പോലെ ആരും ഇടില്ല. ഇടുവോ? ട്രസ്റ്റ് ആക്കി വെക്കുവോ? ട്രസ്റ്റ് ആക്കി വെക്കുമ്പോൾ ഒത്തിരി കുഴപ്പമുണ്ട്. നിങ്ങൾ തന്നെ തീരുമാനം എടുക്കാൻ പറ്റില്ല. എല്ലാവരും കൂടി വേണം തീരുമാനം എടുക്കാൻ. ഉറപ്പായും. ഓക്കെ, എന്നാ കുഴപ്പമില്ല കേട്ടോ, നല്ല കാര്യം. ഓക്കെ ശ്രീജ. പിന്നെ രാമരാജ്യം, ഈ രാമരാജ്യമൊക്കെ അതിന് വേണ്ടേന്നോ? ഉണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ വേണ്ടാണ്ടിരുന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ രാമരാജ്യ, ഈ രാമന്റെ രാജ്യമൊക്കെ നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അവിടെ വലിയ ഭരണ സംവിധാനമൊക്കെ ജനങ്ങൾ തന്നെ കൊണ്ടുപോകുന്നു, പഞ്ചായത്ത് പോലുള്ള സംവിധാനങ്ങളൊക്കെ. ഗാന്ധിജി ആഗ്രഹിച്ചത് നല്ലതാണ്. അവിടെ ഭരണ സംവിധാനങ്ങളൊന്നും ഇല്ലേലും രാമന്റെ രാജ്യം പോലെ, ഇത് രാമനില്ലേലും രാമന്റെ രാജ്യത്തിൽ ഭരണം നടന്നു. കുഴപ്പമുണ്ടായിരുന്നോ? അതുപോലെ പറ്റുമോ നമുക്ക്? രാമൻ വനവാസത്തിന് പോയി എന്ന് പറഞ്ഞ് രാമന്റെ രാജ്യത്തിന് വല്ല കുഴപ്പം കിട്ടിയോ? ഇല്ല, ഭരണം കൃത്യമായിട്ട് നടന്നു.
പിന്നെ ലിബറലിസമാണ്. അപ്പൊ ലിബറലിസത്തിലേക്ക് നമുക്ക് സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്? വ്യക്തിയുടെ മാന്യത. എപ്പോഴും ഒരു കാര്യം ഞാൻ പറയുന്നു, ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചു വെക്കുക. കേട്ടല്ലോ? മലയാളത്തിൽ ചോദ്യം വായിച്ചിട്ട് പരീക്ഷയ്ക്ക് പോയിട്ട് ചോദ്യം കാണുമ്പോൾ ഇത് ഏതാന്ന് എനിക്ക് അറിയില്ല എന്ന് പോകരുത്. ചോദ്യം ഇംഗ്ലീഷിൽ തന്നെ പഠിച്ചു വെക്കുക. കേട്ടല്ലോ? വളരെ എളുപ്പമാണ് ഇതൊക്കെ പഠിക്കാൻ. ലിബറലിസത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ഫ്രീഡം. പിന്നെ സ്റ്റേറ്റ് ഈസ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ. ഈ ലിബറലിസത്തിൽ വിശ്വസിക്കുന്നവര് സ്റ്റേറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ അവര് നല്ല കാര്യങ്ങൾ, സ്വാതന്ത്ര്യത്തിൽ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യ സ്വാതന്ത്ര്യത്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവര് സാമ്പത്തിക അവര് ഈ ലിബറലിസം സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ ലിബറലിസത്തിൽ വിശ്വസിക്കുന്നവരുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർ സ്റ്റേറ്റിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ ഞാൻ നന്നാവണം, എനിക്ക് സമ്പത്ത് ഉണ്ടാവണം എന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ അവർക്കുണ്ട്. ഒരു പരിധിവരെ അവരുടെ ചിന്തയിൽ നല്ലതാണ് കേട്ടോ. എന്നോർത്ത് അവര് സ്റ്റേറ്റിനെ എതിർക്കുന്നുമില്ല, പക്ഷെ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. രാജ്യം വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റ് അവർക്കില്ല. ജനാധിപത്യ ഗവൺമെന്റിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെയോ മനുഷ്യ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ജനാധിപത്യത്തിന് പിന്തുണ കൊടുക്കുന്നുണ്ട്, മതേതരത്വത്തിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അന്താരാഷ്ട്ര സമാധാനത്തിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെയാണ് അവിടെ പഠിക്കാനുള്ളത്. അപ്പൊ ഞാനിത് റിവിഷൻ പോലെയാണ്. ഇപ്പൊ ഈ 2 ചാപ്റ്ററിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? 1 വേർഡ് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ ആണോ? ഇതൊക്കെ ഞാൻ എടുത്തെടുത്ത് പറയുന്ന ചില കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുമ്പോൾ എന്നെ ഓർക്കും കേട്ടോ. അപ്പൊ അന്നേരം നിങ്ങൾ അയ്യോ സാറ് തന്ന് പറഞ്ഞതായിരുന്നല്ലോ, ഞാനിത് എന്താണ് വായിച്ചില്ലല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാവരുത്. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ 2 ചാപ്റ്റർ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? ഇനി ഞാൻ ഒരു റിവിഷനിലേക്ക് പോകുന്നില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിലുള്ളൂ. ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ ആണോ? ഓക്കെ, ഞാൻ മൈക്ക് ഓണാക്കാം. പെട്ടെന്ന് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിച്ചു. പെട്ടെന്ന് എന്തെങ്കിലും ചോദിക്കാണ്ട് പെട്ടെന്ന് ചോദിച്ചു. എന്നിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ആർക്ക് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചു. ചോദിച്ചു. സർ, ഗൈഡിൽ 1 വേർഡ് ഇംഗ്ലീഷിൽ ഇല്ലല്ലോ. ഗൈഡിൽ 1 വേർഡ് നിങ്ങൾക്ക് ഗൈഡിൽ ഇംഗ്ലീഷ് തന്നിട്ടില്ല, മലയാളത്തിലാണോ തന്നിരിക്കുന്നത്? മലയാളത്തിലാണ് ഗൈഡ് ഉള്ളത്. അതിൽ ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ ഉണ്ട്, പക്ഷെ ആൻസർ ഒക്കെ മലയാളത്തിലാണ്. ഇംഗ്ലീഷ് തന്നെ പഠിച്ചാൽ മതി. ഓപ്ഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സാർ ഒരു സംശയം. നമുക്ക് പരീക്ഷയ്ക്ക് മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഏതെങ്കിലും എഴുതാൻ പറയുമ്പോൾ മലയാളമാണ് നമ്മൾ എടുക്കണമെങ്കിൽ 1 വേർഡ് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് മറ്റേ 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും മലയാളത്തിൽ എഴുതാം. 1 വേർഡ് ഇംഗ്ലീഷിൽ തന്നെ എഴുതണം കേട്ടോ, അതാ നല്ലത്. കാരണം അല്ല 3 മാർക്കിന്റെ ഒക്കെ ഷോർട്ട് ആൻസർ, അതായത് 1 വേർഡുകൾ ഉൾപ്പെടെ എല്ലാം അതിങ്ങനെ തന്നെ എടുക്കുക. കാരണം ഓപ്ഷൻ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത്. അപ്പൊ അത് വെച്ച് എഴുതുക. ബാക്കിയുള്ളത് ഷോർട്ട് ആൻസർ, അതായത് നമ്മളിപ്പോ ഒരു ചോദ്യം വന്നിട്ട് അതിന്റെ ഉത്തരം എഴുതാൻ സെന്റൻസിൽ എഴുതാൻ പറയുമ്പോൾ അതൊക്കെ മലയാളത്തിൽ എഴുതും. കേട്ടല്ലോ? ഓക്കെ. പിന്നെ സാർ ഇൻഡെക്സ് ആദ്യം മുതൽ ഒന്നും കൂടി പറയോ? ചാപ്റ്റേഴ്സ് ഒന്നും കൂടി പറയോ? പെട്ടെന്ന് നോട്ട് ചെയ്യണേ. ചാപ്റ്റർ മൊഡ്യൂൾ 1 3 4, ചാപ്റ്റർ മൊഡ്യൂളിൽ 1 3 4. പെട്ടെന്ന് വേണേ. 4 6 7 8 9. ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് പത്ത് 11 12. നോട്ട് ചെയ്തോ? ഓക്കെ. പിന്നീട് 15 16. 14 ഇല്ല അല്ലേ? 14 ഒരു ഡൗട്ട് ഉണ്ട്, ഞാനത് നോക്കിയിട്ട് പറയാം. അപ്പൊ നിങ്ങൾ എത്ര നോട്ട് ചെയ്തു? 15 16. പറഞ്ഞേക്കുന്നേ സാറേ എക്സ്ക്യൂസ് മീ, 7 മണിയെന്ന് പറഞ്ഞോണ്ട് ഇപ്പോഴേ തുടങ്ങല്ലേ, ഞങ്ങൾ ഒന്ന് കേറിക്കോട്ടെ. പെട്ടെന്ന് 15 16 പെട്ടെന്ന് നോട്ട് ചെയ്തോ. 15 16. ഓക്കെ. ഞാൻ ബാക്കി നമ്മൾ അടുത്ത ക്ലാസ് പറയാം. ഇപ്പൊ ഇത്ര നോട്ട് ചെയ്യണേ, എന്ന് വെച്ചാൽ എനിക്കൊരു ടൈം ഉണ്ട്, ഒരു നിങ്ങളുടെ ഉണ്ടാകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇത്രയും പഠിച്ചു വെക്കാം കേട്ടോ. പറഞ്ഞാലും മതി. സാറേ ഒരു കാര്യം, എക്സ്ക്യൂസ് മീ, പറഞ്ഞു. 7 മണിയാണെന്ന് പറഞ്ഞ് ഇപ്പൊ വന്ന് കേറുക. ഇപ്പൊ ക്ലാസ് പകുതിയായോ? 6 മണിക്കാണല്ലോ ലിങ്ക് ഇട്ടേക്കണേ. 7 മണിയെന്നാ കണ്ടത്. അതെയോ? മെസ്സേജ് സംഭവിച്ചായിരിക്കും. ഓക്കെ, നമുക്ക് അന്ന് അടുത്ത ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, സമയം പോയി, തിരക്കുണ്ട്. ഓക്കെ, താങ്ക് യു.
ഓക്കെ താങ്ക് യു.